ആയിരക്കണക്കിന് സാക്ഷ്യങ്ങളാണ് മനുഷ്യർ പറയണത്. ഇപ്പോഴ് ഒരു സുലുവിൻ്റെ സാക്ഷ്യം ഞാൻ കേട്ടു. അപ്പോഴെന്താ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യൂറോപ്പിൽ പോകണം. പോകുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ 10-25 വർഷമായിട്ട് ഒരു നേഴ്സാണ്. പിന്നെ അവർ ഇതുപോലെ യോഗ്യതാ പരീക്ഷകളെല്ലാം ട്രെയിനറാണ്. അവർ പഠിപ്പിച്ച കുഞ്ഞുങ്ങളെല്ലാവരും ജർമ്മനിയിലും അയർലൻഡിലും അവിടെയൊക്കെ പോയി. ഇവർ മാത്രം ഇപ്പോഴും കരക്ക് നിൽക്കുകയാണ്. അപ്പോഴിവരുടെ 10-20 കൊല്ലമായില്ലേ, ഇവർ പഠിപ്പിച്ച കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോൾ വലിയ നിലയിലായിപ്പോയി. അപ്പോൾ ഇവരുടെ മക്കൾ ചോദിച്ചു, അമ്മയ്ക്ക് എന്താ പോകാൻ പറ്റാത്തതെന്ന് ചോദിച്ചു. ഇവരുടെ മക്കളിപ്പോൾ ഒരുവിധം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പ്രായമായി. അപ്പോൾ അവർ അമ്മയോട് ചോദിക്കണം, അമ്മയ്ക്ക് എന്താണ് പോകാൻ പറ്റാത്തത്? ഒത്തിരി പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതുവരെയൊക്കെ. പക്ഷേ മക്കൾ ചോദിച്ചപ്പോൾ അവർക്ക് സീരിയസ് ആയി. മക്കൾ ചോദിച്ചപ്പോൾ അവർക്ക് പോകണമെന്നുള്ള രീതിയിൽ ഒരു ഐഡിയ വന്നു. പക്ഷെ അവർക്കൊരു പ്രശ്നമുണ്ട്. അവർ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ചില മൊഡ്യൂൾസൊക്കെ ഭയങ്കര പാടാണ്. ഒരു മൊഡ്യൂൾസിന് അവർ തോറ്റുപോകും എപ്പോഴും. അപ്പോൾ ഉടമ്പടി എടുത്തിട്ടും അവർ 6 പ്രാവശ്യം തോറ്റു. അങ്ങനെ സംഭവിക്കാം ചില സമയത്ത്. അപ്പോൾ നിങ്ങൾ ഓർക്ക് ഉടമ്പടി എടുക്കണത് എന്തിനാണ്? ഉടമ്പടി എടുത്തിട്ട് 6 പ്രാവശ്യം തോറ്റവർ ഉടമ്പടി എടുത്താൽ പിറ്റേ ഗഡുവിന് അവർ ജയിക്കണതാണ്. ഉടമ്പടി എടുത്തിട്ട് ഇവർ 6 പ്രാവശ്യം തോറ്റു. പക്ഷേ എന്നാലും ഇവർ പുതുക്കിക്കൊണ്ട് അവരുടെ ആ പ്രത്യാശ കളയാതെ അവരതിൽ തന്നെ പോകുമ്പോഴാണ് കുഞ്ഞുങ്ങളെ പോകാൻ പറ്റുകയാണെ പോകാം, അല്ലെങ്കിൽ പോകണ്ട. അങ്ങനെ ഒരു ഹാഫ് മൈൻഡഡാണ് ഇവർ ചെയ്യണത് ഇത് സംഭവം. അപ്പോൾ കുഞ്ഞുങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പോകാൻ തീരുമാനിച്ചു. പക്ഷെ തോറ്റല്ലോ പരീക്ഷയ്ക്ക് തോറ്റപ്പോഴിത് അവിടെ കൂട്ടുകാരത്തിയോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അച്ഛനോട് ഇപ്പോൾ ഇങ്ങനെ ഈ വിഷയത്തെക്കുറിച്ചൊരു മെസ്സേജ് ചോദിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ സത്യസന്ധമാണ് നിങ്ങൾക്ക് മെസ്സേജ് ചോദിക്കുക. ആൾത്താറിൽ അപ്പം തന്നെ ഓൺ ദി സ്പോട്ടിലെ മറുപടി പറയും. അത് നിങ്ങൾ സാക്ഷ്യങ്ങൾ കേട്ടാൽ മനസ്സിലാകും. പക്ഷേ മെസ്സേജ് ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒന്ന്, നിങ്ങൾ എന്നോട് മെസ്സേജ് ചോദിച്ചാൽ ഞാൻ ഉടനെ നോക്കണം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോയെന്ന് നോക്കത്തുള്ളൂ. ഇയാളിന് ആദ്യമേ കൺകറൻസ് കിട്ടിയോ എന്ന് നോക്കൂ. അതാണ് എൻ്റെ പ്രശ്നം. മെസ്സേജ് എന്നോട് ചോദിച്ചാൽ ഉടനെ ഞാൻ നോക്കണത് ഇയാൾ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇയാളുടെ ഉടമ്പടി ദൈവം അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് എൻ്റെ അർത്ഥം. അപ്പം സാക്ഷ്യം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനത് തട്ടിക്കളയും. മെസ്സേജ് നമുക്ക് വെറുതെ സമയം വേസ്റ്റ് ചെയ്യാവുന്നല്ലാതെ ഇവർ കണിയാനെപ്പോലെ എന്നെ ദുരുപയോഗിക്കണേ കാര്യം അറിയാൻ വേണ്ടി പ്രസംഗിപ്പിക്കണ പോലെ എന്ത് പരിപാടിക്ക് വന്നിരിക്കുകയാണ്. ഇവർ ദൈവത്തിൻ്റെ ആളല്ല ശരിക്കും. 3 ഉടമ്പടി കഴിഞ്ഞിട്ട് സാക്ഷ്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ആളെ ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് ശ്രദ്ധിക്കത്തുള്ളൂ. എന്തോ തരികട അയാൾ ഉടമ്പടി കാണിച്ചിട്ടുണ്ടെന്ന് ഞാൻ ധരിക്കത്തുള്ളൂ. കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് എന്നോട് അമ്മ ആദ്യ കാലങ്ങളിൽ 2015 ഇത് പറയുമ്പോൾ ഉടമ്പടി ഉടനടി പരിഹാരം എന്നാണ് പറഞ്ഞത്. പിന്നെ ഉടമ്പടി അതിൽ തന്നെ കറക്റ്റാണ്, അതിൻ്റെ ഫോർമുല കറക്റ്റാണ്. പിന്നെ ചില വിഷയങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ലാഗ് ചെയ്യും, ചില വിഷയങ്ങൾ ലാഗ് ചെയ്യണ ആ വിഷയത്തിൻ്റെ പ്രശ്നമാണ്, അല്ലാതെ നിങ്ങളുടെ പ്രശ്നമല്ല. ആ വിഷയം അപ്പം നടക്കുന്നതിനേക്കാളും നല്ലത് കുറച്ചുകൂടി കഴിഞ്ഞ് നടക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ദൈവം അങ്ങനെ ഒരു ഷിഫ്റ്റിങ് ചെയ്യണമെന്നേ ഉള്ളൂ. അല്ലാതെ ഉടമ്പടിയിൽ ഒരിക്കലും നമുക്ക് കാര്യം ഉടമ്പടി മുഴുവനും സാധാരണ ലൈഫിനെ തന്നെ പെട്ടെന്ന് ദൈവത്തിൻ്റെ മേഖലയിൽ കൊണ്ടുവന്ന് അപ്ലിഫ്റ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ കരുത്തും ഉൾക്കരുത്ത് ഇതുപോലെ ഉള്ള ഒരു പ്രാർത്ഥനാ രൂപമില്ല. അത്രയ്ക്ക് ഉൾക്കരുത്താണ് ഇതിൻ്റെ ഒരു ഉടമ്പടിയുടെ. ഞാൻ എപ്പോഴും ചില സമയത്ത് പറയും ഇതിന് ബലവുമുണ്ട് ബലക്ഷയവും ഉണ്ടെന്ന് പറയും. ഉടമ്പടിക്ക് ബലവുമുണ്ട് ബലക്ഷയമുണ്ട്. ഉടമ്പടി അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് നല്ല ഒരു ഐഡിയ ഉണ്ടാകണം. എന്താണ് ഇതിൻ്റെ ബലം? ഇതിൻ്റെ ബലമെന്ന് പറയുന്നത് അതർ എൻഡിൽ ദൈവം തന്നെയാണ് ഇതിൻ്റെ ഗ്യാരണ്ടിയർ. ഇത് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത് എന്താണ്? ദൈവം തന്നെയാണ്.
അവിടെ അത് രണ്ടിലും മനുഷ്യനില്ലേ ശരിക്കും. അപ്പോൾ ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. ഈ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എങ്ങനെയായാലും പാലിച്ചിരിക്കും. ദൈവത്തിന് അതാണ് എൻ്റെ കരുത്തെന്ന് പറഞ്ഞതാണ്, ഉടമ്പടിയുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞതാണ്, ബലം എന്ന് പറഞ്ഞതാണ്. എന്താണ്? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലാണ് ഇത് അധിഷ്ഠിതമായിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ കൃത്യമായിട്ട് പാലിച്ചിരിക്കും. നമ്മൾ വരുമ്പോൾ നമ്മളുടെ ഈ നിബന്ധനകൾ പാലിക്കുന്നത് നമ്മളാണ്. ഈ നിബന്ധനകൾ നമുക്ക് വേണമെങ്കിൽ ഡ്രൈ ആയിട്ടും പാലിക്കാം, ഫ്രഷ് ആയിട്ടും പാലിക്കാം. അവിടെയാണ് ഡ്രൈ കവനൻറ്റും ഫ്രഷ് കവനൻറ്റും വരണത്. ഡ്രൈ ആയിട്ട് പാലിക്കണമെന്ന് പറയണത്, ഇപ്പോൾ പത്രം കൊടുക്കാൻ പറഞ്ഞു, കൊണ്ടേ പത്രം കൊടുത്തു, തീർന്നു. എത്രയോ പത്രങ്ങളാണ് പള്ളി വഴികളിലൊക്കെ ഇരിക്കുന്നത്, നിങ്ങൾ ചിലപ്പോൾ കാണുന്നില്ലേ? ആ ഡ്രൈ കവനൻറ്റുകാരുടേതാണ് കാര്യം. അത് നിങ്ങളെ പള്ളിയുടെ വാതിക്കൽ എവിടെയെങ്കിലും എവിടെയും കൃപാസനം പത്രം ഒന്നിൽ കൂടുതൽ ഒരാൾ വെച്ചേക്കണ കണ്ടാൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാര്യം എന്താണ്? അവർ ശരിക്കും ഒരു സെപ്റ്റിക്കായിട്ട് അടിച്ചിരിക്കണ കാര്യം. അവർ കർത്താവിനോട് ചെയ്ത വാഗ്ദാനം ഡ്രൈ ആയിട്ട് പാലിക്കുകയാണ്. അപ്പോൾ അവർ ദൈവത്തിനല്ല പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, അവരുടെ വിഷയങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ആരെങ്കിലും ഒരു കെട്ട് പത്രം ഇരിക്കണ കണ്ടാൽ അതിൻ്റെ അർത്ഥം ഡ്രൈ കവനൻ്റ് അത് ചെയ്തിരിക്കുന്നത്. അത് ആ മുട്ട പൊരുന്നത്തില്ല ഒരു കാലത്ത്. തന്നെയല്ല, ഇവർ ആലപ്പുഴ വന്ന് എക്സ്ട്രാ ആയിട്ട് പണി മേടിച്ച് വെച്ചിരിക്കുന്നവരാണ്. എന്താ കാര്യം? ഇവർ വരികയും ദൈവത്തിൻ്റെ മുമ്പിൽ അവരുടെ ജീവിതത്തിൽ ദൈവത്തിനെന്ത് വിലയുണ്ടെന്ന് അവർ പുറത്ത് പറഞ്ഞു കഴിഞ്ഞു. അതാണ് വിഷയം. കാര്യം എന്താണ്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാൻ വേണ്ടിയും അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടിയും ആണ് ഈ ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ ഇത് ചെയ്യണത് നമുക്ക് ഡ്രൈ ആയിട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിയമപരമായിട്ട് എന്താണ് ചെയ്യേണ്ടത് അത് മാത്രം ചെയ്ത് പാലിക്കാം. പക്ഷേ ചിലരിത് ഫ്രഷായിട്ട് ചെയ്യും. ഫ്രഷായിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് ദൈവസ്നേഹത്തോടെയാണ് ചെയ്യണത്. ദൈവസ്നേഹമാണ് എൻ്റെ കണ്ടന്റ് എന്ന് പറയണത്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഓർക്കുക, അത് ഒരു മീഡിയം ഫ്രഷ് ഉണ്ട്, മാക്സിമം ഫ്രഷ് ഉണ്ട്. ഉടമ്പടി തന്നെ ഒരു ഡ്രൈ കവനൻ്റും ഉണ്ട്, ഫ്രഷ് കവനൻ്റും ഉണ്ട്. അതിന് മീഡിയം ഫ്രഷ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വാഭാവികമായ ദൈവസ്നേഹത്തോടെ നമ്മൾ ഈ വിഷയങ്ങളെല്ലാം ചെയ്യും. എപ്പോഴും നമ്മൾ ചെയ്യണം. നിങ്ങൾ രോഗികളെ കാണാൻ പോകുമ്പോഴും അത് ആ രോഗികളെ കാണുമ്പോൾ ഉടമ്പടിയുടെ നിയമമുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് കാണുന്നത് എന്നല്ല. അതപ്പോൾ ഡ്രൈ കവനൻ്റായി പോകും. അത് ക്രിസ്തുവാണെന്നും പറഞ്ഞ് കാണുന്നെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് നമുക്ക് ഉള്ളിലുള്ളിൽ വല്ലാത്തൊരു സ്നേഹമുണ്ടാകണം. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ ഓരോ അംശങ്ങളും അങ്ങയെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന തികഞ്ഞ ദൈവസ്നേഹത്തിന്റെ പ്രേക്ഷിത പ്രവർത്തകരായി എന്നെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട്ടെ. എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും അതുപോലെ പ്രവർത്തിക്കുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ നിയോഗങ്ങളാണ് പ്രാധാന്യം കൊടുത്താൽ പ്രാർത്ഥിക്കണത്, ഇല്ലേ? അത് ഡ്രൈ കവനൻ്റാണ്, ഉണക്ക ഉടമ്പടി എന്ന് പറയും. നിയോഗം ഓൾറെഡി നിങ്ങൾ ദൈവത്തിൻ്റെ സമർപ്പിച്ചില്ലേ? അത് വെറുതെ കൊണ്ടുവന്ന് ഇട്ടിരിക്കണതല്ല, പരിശുദ്ധ അമ്മ വഴിയാണ് നിങ്ങൾ എടുത്തിരിക്കണത്. ഇതിലൊന്നും നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ അത് തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കണത്. നിങ്ങൾ ആര് വഴിയാണ് ഇത് കൊടുത്തിരിക്കണത്? പരിശുദ്ധ അമ്മ വഴിയാണ് നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് നിങ്ങളുടെ കണ്ണീര് കൊടുത്തിരിക്കണത്. നിങ്ങൾ പിന്നെയും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ അർത്ഥം എന്താണ്? അമ്മയെടുത്ത് കൊടുത്തതൊക്കെ നിങ്ങൾ അംഗീകരിക്കണില്ല എന്നുള്ളതാണ്. ഒന്നൊക്കെ നിങ്ങൾക്ക് വിവരമില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിഡ്ഢിവേഷം കെട്ടുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് തന്നെയല്ലേ പിന്നെയും പറയണത്. ഇത് ഡ്രൈ കവനൻ്റായിട്ട് വരും. കാര്യം നിങ്ങൾ ഒരിക്കൽ അമ്മയെടുത്ത് ഉടമ്പടി പ്രകാരം കൊടുത്ത കാര്യങ്ങൾ പിന്നെ നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥന പറയരുത്. നിങ്ങൾ ഉടമ്പടി ചെയ്ത കാര്യങ്ങൾ ദൈവം അംഗീകരിച്ചു, അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പൂർത്തിയാക്കി. അപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അമ്മ ഉടമ്പടി എടുത്തു കഴിഞ്ഞു, ഓൾറെഡി ഫയലിൽ ഇത്രയും സ്റ്റെപ്സേക്ക് മുന്നോട്ട് പോകുന്നുണ്ട്, അതിൽ നന്ദി പറയാം. നിങ്ങൾക്ക് നന്ദി പറയാം. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്,
ഉടമ്പടി ഇട്ട വിഷയങ്ങൾ വീണ്ടും തന്നെ ഈ താറാവ് സ്വരം ഉണ്ടാക്കുന്ന പോലെ കറകുറാന്ന് പറഞ്ഞ് എപ്പോഴും സ്വരം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ തലക്ക് വട്ടാണെന്ന് ദൈവം വിചാരിക്കത്തുള്ളൂ. ഒന്നാമത് നിങ്ങൾ ചെയ്ത ഉടമ്പടിയിൽ നിങ്ങൾക്ക് തന്നെ വിശ്വാസമില്ല എന്ന കാര്യം നിങ്ങളെ ഏൽപ്പിച്ച ആളാരാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അമ്മയെടുത്ത് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത് അമ്മ അത് പാസ് ചെയ്യുന്ന അടുത്ത് ഈശോൻ്റെ അടുത്താണ്. ഇതിനെക്കുറിച്ച് ഒന്നും നിങ്ങൾക്ക് യാതൊരു അറിവുമില്ലാതെ ഈ ഉടമ്പടി മൂന്നാമത്തെ പുതുക്കിയാലും പിന്നെയും ആ നിയോഗത്തിനെ പറ്റി ദൈവത്തെ ഓർപ്പിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് എന്താണ് ഓർമ്മക്കുറവാണ്. അതെപ്പോഴും ശ്രദ്ധിക്കണം. അത് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിങ്ങനെ ഒരിക്കലും ചെയ്യരുത് എൻ്റെ മക്കൾ. ഞാൻ പറയണത് ആ വിഷയം നിങ്ങൾ ഡീല് പോലും ചെയ്യരുത്. നിങ്ങൾ ഡീല് ചെയ്യേണ്ട വിഷയം എന്താണ്? ഫ്രഷ് കവനൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളെ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ എന്താണ്? നിങ്ങൾ ദൈവത്തോട് ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങളുണ്ട്, നിബന്ധനകൾ. അതിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ദൈവത്തോട് ചെയ്ത വാഗ്ദാനങ്ങൾ. ഈ ദൈവത്തോട് ചെയ്ത വാഗ്ദാനങ്ങൾ നമുക്ക് ഒരു നിയമപരമായിട്ട് സാങ്കേതികമായിട്ട് ചെയ്യാം. അതിനാണ് ഡ്രൈ കവനൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞു. അച്ഛൻ കൊച്ചി പോകാൻ ഞാൻ പറഞ്ഞില്ല. അച്ഛൻ കൊച്ചി പോകാൻ പറഞ്ഞു, ഞാൻ കൊച്ചി പോയെന്ന് പറയത്തില്ല. അതുപോലെ ടെക്നിക്കലായിട്ട് നിങ്ങൾ ചെയ്യാം. ടെക്നിക്കലായിട്ട് ചെയ്താൽ ഉടമ്പടി ലാഗ് ചെയ്യും. ടെക്നിക്കലായിട്ടല്ലോ. കാര്യം ഉടമ്പടി ഒന്ന് പുതുക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നിങ്ങൾക്ക് ആ 30% ഈ വിഷയത്തിൽ ദൈവസ്നേഹം വളർന്നിരിക്കണം ആളിനെ. ഉടമ്പടി ഒന്ന് പുതുക്കിയെന്ന് പറഞ്ഞാൽ ആളിൻ്റെ ദൈവസ്നേഹം വളർന്നിരിക്കണം. ഈ കൗൺസിലേഴ്സിനൊക്കെ വെച്ചിരിക്കുന്നത് അത് അസസ് ചെയ്യാനാണ്. അല്ല നിങ്ങൾ കുമ്പസാരിച്ചാൽ കുർബാന സ്വീകരിച്ചാൽ നോക്കാനല്ല വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ആധ്യാത്മിക ജീവിതം അസസ് ചെയ്യാനാണ് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത്രയും ദൈവസ്നേഹം നിങ്ങൾ വളർന്നോ. ദൈവസ്നേഹം വളർന്നോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? സ്നേഹത്തിൻ്റെ ഫീച്ചേഴ്സ് നമ്മളുടെ കയ്യിലല്ല. പരിശുദ്ധാത്മാവ് അതിനെക്കുറിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ നൽകിയിട്ടുണ്ട്. ദൈവസ്നേഹത്തിലൊരു വ്യക്തി വളരുമ്പോൾ ആ ദൈവസ്നേഹത്തിൽ വളരുന്നതിന് ആ ദൈവസ്നേഹത്തിലാണ്. നമുക്ക് ലോകസ്നേഹത്തിൽ വളരാം, വ്യക്തിസ്നേഹത്തിൽ വളരാം എന്നും. പക്ഷേ ദൈവസ്നേഹത്തിൽ വളരുക എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായിട്ട് വരുന്ന ദൈവസ്നേഹമാണ്. അപ്പം അതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 1 Corinthians 13:4. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. ഇതാണ് ഫസ്റ്റ് ഫീച്ചർ. അതാണ് നിങ്ങൾ ഒന്ന് പുതുക്കി കഴിയുമ്പോൾ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കുഞ്ഞമ്മ, അന്നമ്മ, ആരാണെന്ന് എന്താണ് അന്നമ്മ? ദീർഘക്ഷമയും ദയയുമുള്ളതാണെന്ന് പോയി പണി നോക്കാൻ പറയും. അതാണ് പ്രശ്നം. നമ്മളവിടെ സ്നേഹത്തിൻ്റെ പാലെല്ലാം നമ്മുടെ പേരെഴുതി വെക്കണം. ഭയങ്കര പാടാ. ഞാൻ നോക്കിയിട്ടുള്ളതാണ്. ഞാൻ തന്നെ പണി മേടിച്ചിട്ടുള്ളതാണിത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് വരുന്നത് ഈ ഒരു ഒന്നാം പുതുക്കൽ കഴിയുമ്പോൾ നിങ്ങളെന്ത് ചെയ്യണത്? എനിക്ക് ഓഫർ ലെറ്റർ വന്നോ, അതിനുശേഷം വിസ വന്നോ, ടിക്കറ്റ് വന്നോ, അതാണ് നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഈ ദൈവത്തിൻ്റെ നിരസ്ഥിതി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ട് ദൈവം ബോറടിച്ച് നിങ്ങളെ പന്നിക്കാട്ടത്തിൻ്റെ വില പുലർത്താൻ തള്ളിക്കളഞ്ഞൊരു ചരക്കാണ് നിങ്ങൾ. കാര്യം എന്താ? ഈ പിശാചിന് ഇത് മാത്രമേ പറയാൻ അറിയാൻ പാടുള്ളൂ. ദൈവത്തെ സ്നേഹിക്കാനോ സ്നേഹത്തിൻ്റെ സുവിശേഷമോ സുവിശേഷ സാക്ഷ്യമോ ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും ഒരു ബോധവും ഇല്ല. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ? രാവിലെ എഴുന്നേക്കണം, വൈകുന്നേരം എഴുന്നേക്കണം, വൈകുന്നേരം കിടക്കണം, ഇടയ്ക്ക് ഉപവസിക്കണം. ഇതാണ്. ഇത്രയും കൂടെ കണ്ടാമൃഗങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. സങ്കടം തോന്നും കേട്ട് കഴിഞ്ഞാൽ. അതായത് നിങ്ങൾ ക്ലാസ് ശ്രദ്ധിക്കണില്ല എന്ന് തോന്നണേ. തന്നെയല്ല, അച്ഛൻ്റെ ധ്യാനം കൂടാത്ത കുറേ ആൾക്കാരുണ്ട്. ശരിക്കും പുതുക്കാൻ വരുമ്പോൾ കൗൺസിലേഴ്സ് ശ്രദ്ധിക്കണം. ഞാൻ പറയുമ്പോൾ എന്താ വെച്ചാൽ കൗൺസിലേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ധ്യാനം കൂടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ പുതുക്കി കൊടുക്കരുത്. പുതുക്കണ കാര്യമില്ല. കാര്യം ഈ അപ്ഡേഷൻസ് എല്ലാം വരണം ഉടമ്പടി ധ്യാനത്തിലാണ് വരണത്. ഉടമ്പടി ധ്യാനത്തിലാണ്, ഈ ചൊവ്വാഴ്ചയുള്ള ധ്യാനത്തിലാണ്, ഓൺലൈൻ ധ്യാനത്തിലാണ് ഉടമ്പടിയുടെ അപ്ഡേഷൻസ് വരണതും ഉടമ്പടിയിലൂടെ ആൾക്കാരോട് ഈശോ സംസാരിക്കണതും അങ്ങനെയാണ്. അപ്പം സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ പേഴ്സണലായിട്ട് സംസാരിക്കും. ഓരോ വ്യക്തികളും അവരുടെ വിഷയങ്ങൾ മാത്രം സംസാരിക്കും. അതെല്ലാം സന്ദേശമായിട്ട് സംസാരിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ ഇടപെടൽ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷനായിട്ടുള്ള ഒരു സ്പോട്ടാണ് ഉടമ്പടി ധ്യാനം എന്ന് പറഞ്ഞാൽ. അത് ആൾ പങ്കെടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അത് പുതുക്കേണ്ട കാര്യമില്ല. അത് പുതുക്കേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഉടമ്പടി പുതുക്കുമ്പോൾ നിങ്ങളെ ഈ ദൈവസ്നേഹത്തിൽ 1 Corinthians 13:4 ഒന്നൊരു വായിച്ച്. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. ഇപ്പം 2 ക്വാളിറ്റി ഇവിടെ വരണം. ഒന്ന് പുതുക്കി കഴിയുമ്പോൾ നമ്മളുടെ പേര് പറഞ്ഞാൽ പിന്നീട് എന്താണ്? സ്നേഹം, ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. അപ്പോൾ ഒരു ദയ കാണിക്കാൻ ബാധ്യസ്ഥമാണ്. ചില സമയത്ത് ദയ ആരോടായിരിക്കും കാണിക്കേണ്ടി വരണത്?
നമ്മളെക്കാൾ താഴ്ന്നവരോടായിരിക്കും നമുക്ക് ദയ കാണിക്കേണ്ടി വരുന്നത്. ദയ എന്ന് പറഞ്ഞ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ കപ്പേരിനോട് ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് വെളുപ്പിന് എഴുന്നേറ്റ് കുർബാനയും ചൊല്ലി പോകണം, അതുകൊണ്ട് കുർബാനക്ക് ഒരുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ കുർബാന ചെല്ലാൻ വന്നപ്പോൾ കുർബാനക്ക് ഒരുക്കിയിട്ടില്ല. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് വളരെ സൗമ്യവും സ്നേഹമായിട്ട് പ്രാർത്ഥിച്ചു, പെരുമാറി. എനിക്ക് വേണമെങ്കിൽ ആളുടെ സസ്പെൻഡ് ചെയ്യാം. എന്താ കാര്യം? ഡയറക്റ്റ് പറഞ്ഞിട്ട് കേൾക്കാത്ത ആളെ പിന്നെ ആര് പറഞ്ഞിട്ട് കേൾക്കാനാ? അപ്പോൾ ഞാൻ എന്താ മനസ്സിലാക്കിയത്? ഞാനൊരു ദയ കാണിച്ചു. എന്താ കാര്യം? അദ്ദേഹം ചിലപ്പോൾ വർക്കിൻ്റെ ടൈറ്റ് കൊണ്ട് ചിലപ്പോൾ മറന്നുപോയ മനഃപൂർവ്വം അല്ലെന്ന് ഞാൻ ധരിച്ചു. ഇതിനാണ് ദയ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഓരോ വ്യക്തികളും ഓരോ സംസാരം നടക്കുമ്പോൾ ഈ വിഷയത്തിൽ ക്വാളിറ്റേറ്റീവിലായിട്ട് നിങ്ങൾ ഗ്രോത്ത് ചെയ്തോ? ക്വാളിറ്റേറ്റീവിലായിട്ട് ഗ്രോത്ത് ചെയ്തോ? ഒന്ന് പുതുക്കുമ്പോൾ നോക്കണം. ഞാൻ ഇത്രയും അടുത്തത് വായിച്ച് 13:5 വായിച്ച്. 1 Corinthians 13:5. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല. സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. അപ്പൊ ഇത് കറക്റ്റായിട്ട് ചെയ്യണം. ഈ സ്നേഹത്തിന്റെ സ്ഥലത്തെല്ലാം നിങ്ങളുടെ പേര് എഴുതി വായിക്കണം. നിങ്ങളുടെ പേരെന്താണെന്ന് വെച്ചാൽ അതനുസരിച്ചുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കുറേ നോൺ ക്രിസ്ത്യൻസ് ഉണ്ട്. അപ്പോൾ പറയും, ഇതൊക്കെ വായിക്കാൻ ഞങ്ങളാരും ക്രിസ്ത്യൻസ് അല്ല. എന്നാൽ പിന്നെ ഈ പരിപാടിക്ക് നിങ്ങൾ ഇറങ്ങരുത്. ദൈവത്തിനെ പറ്റിച്ച് വയറ്റിപ്പിഴപ്പിന് ഉള്ള വക ഒപ്പിച്ചെടുക്കാനാണ് നിങ്ങൾ ഉടമ്പടി എടുക്കാൻ പറ്റുന്നത്. അങ്ങനെയല്ല. നിങ്ങൾ ഉടമ്പടി എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ആരുടെ ഇത് ഓപ്ഷണലാണ്. ഇറ്റ് ഈസ് ഓൺലി ഫോർ ക്രിസ്ത്യൻസ് ഉടമ്പടി എന്ന് പറയണത്. പിന്നെ വേറെ ആരെങ്കിലും ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ആ ഉടമ്പടിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെരിഫൈ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ എടുക്കരുത് അവരെ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം എന്താണ്? സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല. അപ്പം നിങ്ങൾ അക്രൈസ്തവനാണെന്ന് വിചാരിച്ചോ? നിങ്ങളൊരു കക്ഷിയുമായിട്ട് മിണ്ടാതിരിക്കുകയാണ്, സംസാരിക്കാണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചെന്ന് വിചാരിച്ചോ? എന്താ സംഭവിച്ചിരിക്കുന്നത്? നിങ്ങളുടെ അവകാശ ഓഹരിയും ഇപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ഇപ്പോൾ നിങ്ങളുടെ അകലെ വിട്ട് പഠിപ്പിക്കാൻ പോവുകയാണ്. അതിന് പൈസ വേണം. നിങ്ങൾ അങ്ങയോട് പറഞ്ഞ് എനിക്കൊന്നും തന്നിട്ടില്ലല്ലോ, എനിക്ക് തരാനുള്ളത് തരണം, എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ അവിടെ കെട്ടിവന്ന് നാത്തും പറയും, പിന്നെ അവളെ കുഞ്ഞിനെ പഠിപ്പിക്കുക. അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ പഠിപ്പിക്കണ്ടേ? മനുഷ്യ ദാനങ്ങാൻ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ കൈയും കാലും വിട്ടൊന്നും പറഞ്ഞു അപ്പോൾ നമുക്കറിയാം നാത്തൂനാണ് പാര വെച്ചത്. നമുക്ക് മനസ്സിലായി. പക്ഷേ ഈ നാത്തൂർ കാണുമ്പോൾ നീ ഉടമ്പടി എടുത്ത നീ എന്ത് മോന്ത വെക്കും? അതാണ് വിഷയം. നീ മിണ്ടത്തില്ല. കാര്യം എന്താണ്? എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കപ്പെടാതിരിക്കണം, എൻ്റെ ഓഹരി കിട്ടാതിരിക്കാൻ വേണ്ടി ഇവളല്ലേ വട്ടം ചവിട്ടിയത്. പക്ഷേ ഒരു പ്രശ്നം, നീ ഉടമ്പടി എടുത്ത വ്യക്തിയാണെങ്കിൽ നിന്നെ ഭരിക്കേണ്ടത് ആരാണ്? ക്രിസ്തുവാണ് ഭരിക്കേണ്ടത്. അല്ലാതെ നിൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന പാരമ്പര്യമായിട്ടുള്ള മൗലിക വികാരങ്ങളല്ല ഭരിക്കേണ്ടത്. അത് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മണ്ഡലങ്ങളിലെ നിന്നോട് ചെയ്ത ഉടമ്പടി പാലിക്കാൻ സുവിശേഷ വിഹിതമായി മുന്തിയ ദൈവസ്നേഹത്തോടെ പെരുമാറുവാൻ അങ്ങനെ ആത്മീയമായി വളരുവാൻ എന്നെ സഹായിക്കണമേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ടിവിയിലൊക്കെ ഇരുന്ന് കാണുകയും തർക്കിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ? അവരുന്നയിക്കുന്ന വിഷയങ്ങളുണ്ട്. അവർ പല ക്രിസ്ത്യാനികൾ എന്ന പേരിൽ അവർ പല ആശയങ്ങളെ ഉന്നയിക്കണേ കാണാം. അതൊന്നും പലപ്പോഴും ക്രിസ്ത്യനായിരിക്കണം നിർബന്ധമില്ല. ഞാനിതുകൊണ്ടാണ് പല കാര്യങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാത്തത്. എനിക്ക് വേണമെങ്കിൽ അഭിപ്രായം പറയാം. കേരളത്തിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും അഭിപ്രായം പറയാത്തത് എന്തുകൊണ്ടാണ്? പലപ്പോഴും അഭിപ്രായം പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവിന് നിരക്കുന്നതാണോ അല്ലയോ എന്ന് പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. കാര്യം എന്താണ്? പരിശുദ്ധാത്മാവിലൂടെയാണ് ശുശ്രൂഷ നയിക്കപ്പെടുന്ന. കാരണം പരിശുദ്ധാത്മ നിറക്കാത്ത നിലപാടുകൾ എടുത്തു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നിലക്കും, നിർവീര്യമായി പോകും. ഉടമ്പടിക്കാരും ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാര്യം നമ്മളെ ദൈവം രക്ഷിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരും രക്ഷിച്ചില്ലെങ്കിൽ വലിയ കഥയൊന്നുമില്ല. അതെപ്പോഴും ഓർക്കണം. ദൈവം രക്ഷിക്കണം. കാര്യം നമ്മൾ വെടിപ്പും മെനയുമായിട്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ നിറവേറ്റിക്കൊണ്ട് ഉടമ്പടിയിൽ അങ്ങ് ജീവിക്കുക. എനിക്കറിയാമല്ലോ, ഉടമ്പടിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു വചനം വായിച്ച്, അതായത് 14:9 തോബീസ് എന്ന് പറയുന്ന അപ്പനാ. അപ്പൻ തോബിയാസ് എന്ന് പറഞ്ഞ മകനെ ഒരു സ്ഥലത്തേക്ക്
അത് ഡിയാസ്പ്ര, അതായത് അവർ യുദ്ധത്തിൽ പലായനം ചെയ്യണ സമയത്ത് ഈ തോബിത്തെന്ന് പറയുന്ന ആൾ 10 താലന്ത് വെള്ളി ഒരു സ്ഥലത്ത് മറവ് ചെയ്യാൻ കൊടുത്തു. തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കാമെന്ന്. അപ്പം അത് വാങ്ങിക്കാൻ വിടുന്ന രംഗങ്ങളാണ് ഈ തോബിത്തിൻ്റെ പുസ്തകത്തിലുള്ളത്. മനോഹരമായൊരു പുസ്തകമാണ്, നിങ്ങൾ വായിക്കണേ. അതൊരു കവനൻ്റ് ലൈഫിൻ്റെ നിമ്നോന്നതങ്ങളും ഉഷ്ണ വസന്ത ശീതോഷ്ണ കാലാവസ്ഥകളും എല്ലാം കറക്റ്റായിട്ട് കാണിക്കുന്ന, അതായത് ഉടമ്പടി ജീവിതത്തിൻ്റെ എല്ലാ കാലാവസ്ഥയും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നൊരു പുസ്തകമാണ് തോബിത്തിൻ്റെ പുസ്തകം. ഞാനത് ഉടമ്പടി പുസ്തകമാണെന്ന് പറയാൻ കാര്യം, തോബിത്തിൻ്റെ പുസ്തകം ഉടമ്പടി പുസ്തകമാണെന്ന് പറയാൻ കാര്യം അതിൻ്റെ 14:9 വായിച്ചോളൂ. നിനക്ക് ശുഭം ഭവിക്കാൻ, ഇത് പറഞ്ഞ നിനക്ക് ശുഭം ഭവിക്കാൻ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും നീതിയോടും കരുണയോടും കൂടെ വർത്തിക്കുകയും ചെയ്യുക. അപ്പൊ പെരുമാറ്റം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എൻ്റെ അത്. ഈ ഡ്രൈ കവനന്റ് എന്ന് പറഞ്ഞ കാര്യം, നിങ്ങളിങ്ങനെ പത്രം കൊടുത്ത് കുറേ രോഗികളെയും പോയി കണ്ടേച്ചും പെരുമാറ്റത്തിൽ അത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഡ്രൈ കവനന്റ് ആയിപ്പോവും. പെരുമാറ്റത്തിൽ അത് വരണമെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ നയിക്കേണ്ടത്? ദൈവസ്നേഹമായിരിക്കണം. സ്നേഹമാണ് വായിച്ചോളൂ, അതാണ് സ്നേഹമാണ് ഈ കരുണയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ ദൈവസ്നേഹം വളരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഫലങ്ങളായിട്ടാണ് കരുണ. ശരിക്കും നമ്മൾ കരുണയെ അങ്ങനെ നേരിട്ട് കരുണയെ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ട് കഥയില്ല. കാര്യം അത് ഇപ്പോൾ ഒരു പേരമരത്തിൽ ഒരു കായ ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ ഒരു ഫലമാണ് കരുണയെന്ന് പറയണത്. കരുണ ഒരു ഫലമാണ്. അതുപോലെ തന്നെ, പക്ഷേ എന്തിലാണ് ഉണ്ടായിരിക്കണത്? അത് സ്നേഹത്തിലാണ് ഉണ്ടാകണത്. അപ്പം നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? ദൈവസ്നേഹത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പം നിങ്ങൾ ചെയ്യുന്ന രോഗികളെ നിങ്ങൾ പോയി കാണുന്നു. അപ്പം നിങ്ങൾ ആ രോഗികളെ കാണുമ്പോഴേ വേറെ ഒരു കാര്യവും നിങ്ങളെ സ്വാധീനിക്കരുത്. അയാൾ ബന്ധുവാണ്, അയാൾ സുഖപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു നന്ദി നമ്മളോട് കാണിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബന്ധുക്കളൊക്കെ പോയി കാണരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. നിങ്ങൾക്ക് പ്രൈവറ്റ് അജണ്ടകളുണ്ട് നിങ്ങളുടെ പല പ്രവർത്തനങ്ങളിൽ, അത് ഡ്രൈ കവനൻ്റെ ഭാഗമാണ്. അതായത് നമ്മളെ സഹായിക്കുന്നവർ നമ്മളെ ഈ ജന്മത്തിൽ നമ്മളവരെ കാണുന്നില്ലെന്ന് തന്നെ വിചാരിക്കണം. കാര്യം എന്താണ്? അവരല്ല നമ്മളുടെ റെഫറൻസ് പോയിൻ്റ്. ആരാണ്? ദൈവസ്നേഹമാണ്, ദൈവമാണ് എൻ്റെ വിഷയം. അവരും നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലേക്ക് കവനൻ്റ് നിങ്ങൾ ഈ ചില പക്ഷികളുടെ വീട്ടിൽ വളർത്താൻ ഉദ്ദേശിക്കുന്ന പക്ഷികളെ നമ്മൾ ചിറക് മുറിക്കത്തില്ലേ, അതുപോലെ നിങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടി ഉടമ്പടിയെ നിങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളുടെ രീതി അനുസരിച്ച് എൻ്റെ ചിറക് മുറിച്ച് കളയും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വലിയ ഈ ചിറക് മുറിച്ച പക്ഷി അധികം പറക്കത്തില്ലല്ല. പറക്കേണ്ട പക്ഷി തത്തിക്കളിക്കുകയുള്ളൂ. നിങ്ങളുടെ പല ഉടമ്പടിയും തത്തിക്കളിക്കുന്നതിൻ്റെ കാരണം നിങ്ങളതിൻ്റെ ചിറക് മുറിച്ചിട്ടിരിക്കുകയാണ്. ചിറകെന്താ മുറിച്ചിരിക്കുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ ഇത് മുഴുവൻ അവൻ പറയണ പോലെ ചൊല്ലുകയല്ലേ, ചെയ്യുകയല്ലേ. ചെയ്യുന്ന കാര്യത്തിൽ നല്ല കടുത്ത ദൈവസ്നേഹം ഉണ്ടാകണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ കടുത്ത ദൈവസ്നേഹത്തോടെ ഉടമ്പടി ജീവിക്കുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. ഈ ദൈവസ്നേഹത്തിന്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് പറഞ്ഞാൽ, അതായത് നമ്മൾ ഈ കൈ കൊടുത്തിരിക്കുന്ന കക്ഷി ഒന്നും മുതലാകാത്ത കക്ഷിയാണ്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ദൈവമായിട്ടുള്ള ഇടപാടായത് കാരണം ദൈവത്തിനാണെങ്കിൽ ഒന്നും മുതലാകത്തില്ല. നമ്മൾ തലകുത്തി നിന്നാലും ദൈവം അത് സാധാരണ കാര്യമേ ഉള്ളതെന്ന് പറഞ്ഞിട്ട് തിരുത്തി കളയും. ഇത് ഭയങ്കര സീരിയസ് കാര്യത്തിൽ ദൈവം ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഇൻവെസ്റ്റ്മെൻ്റാണ്. എന്താണ്? തൻ്റെ ഏകജാതിനെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം. യോഹന്നാൻ 3:16
എന്തെന്നാൽ എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇതാണ് റേഞ്ച് ഓഫ് ലവ് എന്ന് പറഞ്ഞത്. ദൈവത്തിന്റെ റേഞ്ച് അതാണ്. ദൈവം ഇതിൻ്റെ ഇനി ഒന്നും ദൈവത്തിൻ്റെ കയ്യിലില്ലാത്ത രീതിയിലാണ് ദൈവം സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും വലിയ സ്വത്ത് നിധി എന്താണ്? തൻ്റെ ഏകജാതനാണ്. ആ തൻ്റെ ഏകജാതൻ സ്നേഹിച്ചതാണ് കുരിശിലെ ബലിയും പാപത്തിന് പരിഹാരവും നമ്മളുടെ നിത്യതയ്ക്കുള്ള നമ്മുടെ വീണ്ടെടുപ്പും. ഈ ഒരു കോൺസെപ്റ്റ് നമ്മളെ എപ്പോഴും തലച്ചോറിനെ ഇങ്ങനെ തീ കത്തിക്കണം. എന്താണ്? ദൈവം തൻ്റെ ഏകജാതനെ ദൈവം തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം എന്നെ സ്നേഹിച്ചു. അതിനാൽ ഞാനും എല്ലാത്തിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യണം. കർത്താവേ, ഉടമ്പടി എടുത്ത് അതിനായി പരിശ്രമിക്കുന്ന എന്റെ മേൽ അങ്ങയുടെ അനവധിയായ വാത്സല്യത്തെ നിറക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ എന്തുകൊണ്ടാണ് ഇത്രയും വളരെ നിശ്ചിതമായ രീതിയിൽ, ഒത്തുതീർപ്പില്ലാത്ത രീതിയിൽ സുവിശേഷവിഹിതമായി സംസാരിക്കണം? അപ്പം നിങ്ങൾ ഓർക്കും ഇത് നോൺ പ്രാക്ടിക്കൽ ആണല്ലോ എന്ന് ഓർക്കും. ഏറ്റവും ഈസിയായിട്ട് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത്? എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ വോളിയം ഓഫ് ലവ്, ദൈവത്തെ സ്നേഹിക്കുന്ന കാര്യത്തിന് ഫസ്റ്റ് റെഫറൻസ് വരണം. നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ ഉദ്ദേശം നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ നിറവേറുക എന്നല്ല. അതിനെക്കുറിച്ച് നിങ്ങൾ ബോധറാകരുത്. അത് ഓൾറെഡി നമ്മൾ മാതാവിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ച് കഴിഞ്ഞു ഓൾറെഡി. ഇനി നമ്മുടെ സബ്ജക്റ്റ് അല്ലത്. നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയണത് നമ്മളുടെ നിലവാരത്തിൽ നിന്ന് ദൈവസ്നേഹത്തിൻ്റെ ഉന്നതമായ സ്റ്റെപ്പുകളിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കണം. അത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ 13:5 വായിച്ചേ. 1 Corinthians 13:5, 13:6, 13:7 വായിച്ചു. 1 Corinthians 13:5 മുതലുള്ള തിരുവചനങ്ങൾ. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു, സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു. ലോകത്തിലെ ഒരു സാഹിത്യത്തിൽ പോലും ഈ ഭൂമിയിൽ പുലരേണ്ട ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് ഇത്രയും സ്കാൻ ചെയ്തിട്ടുള്ള ഉത്തമമായിട്ടുള്ള ഒരു വെളിപാട് കാണത്തില്ല. എന്താണ് അവസാനം പറയണത്? സ്നേഹം സകലത്തെയും അതിജീവിക്കുന്നുവെന്നാണ്. അപ്പം എനിക്ക് തോന്നുന്നത് നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് പല കാര്യങ്ങളെ അതിജീവിക്കാൻ കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ ആ ലവ് ലെവലിലായെന്നറിയണം. പല കാര്യങ്ങളെ അതിജീവിക്കാൻ കഴിയുമ്പോൾ ജീവിതത്തിൽ അതിജീവിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ദൈവം തരും. അത് നിങ്ങളുടെ ലവ് ലെവൽ അറിയാൻ വേണ്ടിയാണ്. അല്ലാതെ ദൈവം നിങ്ങളെ സങ്കടപ്പെടുത്താനോ വിഷമിപ്പിക്കാനല്ല. ഉടമ്പടിയിലാണെങ്കിൽ പോലും ചില സമയത്ത് ചില ഡോസ് തരും. നിങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും. പക്ഷെ അത് നിങ്ങൾ ഓർക്കുക, എന്താണ്? അത് നിങ്ങളെ വിഷമിപ്പിക്കാനല്ല, നിങ്ങളുടെ ലവ് ലെവല് കൗണ്ട് ചെയ്യാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ തോബിത്ത് പോകണല്ലേ, തോബിത്ത് പറഞ്ഞിട്ട് തോബിയാസ് പൈസ വാങ്ങിക്കാൻ വേണ്ടി, വെള്ളി മേടിക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് എന്നാ പറ്റും? ടൈഗ്രിസ് നദിയിൽ ഇറങ്ങി കുളിക്കും. നോക്കിയേ, ഇപ്പോൾ വഴിക്ക് പോവുകയാണ്, പോണ വഴിക്ക് ഉണ്ടാകുന്ന ഇൻഡാസ് കണ്ടില്ലേ? നോക്കി വായിച്ചേ. തോബിത്ത് 6:1 മുതലുള്ള തിരുവചനങ്ങൾ. തോബിത്ത് 6-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ.
അവർ യാത്ര ചെയ്ത് വൈകുന്നേരം ടൈഗ്രീസ് നദിയുടെ തീരത്തെത്തി അവിടെ താമസിച്ചു. തോബിയാസ് കുളിക്കാൻ നദിയിലിറങ്ങി. അപ്പോൾ ഒരു മത്സ്യം മുകളിലേക്ക് ചാടി അത് അവനെ വിഴുങ്ങിക്കളയുമായിരുന്നു. അപ്പൊ ചില്ലറ മത്സ്യമല്ല കേട്ടോ, 10-70 കിലോ തൂക്കമുള്ള ആളാണ് തോബിയാസ്. അപ്പൊ അവനെ വിഴുങ്ങണമെങ്കിൽ ഒരു 100 കിലോ തൂക്കമുള്ള മത്സ്യമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ തൂക്കത്തിനൊത്ത പ്രശ്നമല്ല നമുക്ക് ഉണ്ടാകണത്, ഓർത്തേക്കണം. നമ്മുടെ തൂക്കത്തിനൊത്ത കഴിവിനൊത്ത പ്രശ്നമല്ല നമുക്ക്. നമ്മുടെ കഴിവിനൊത്താണെങ്കിൽ പ്രശ്നമല്ലല്ലോ. പ്രശ്നമെങ്കിൽ യഥാർത്ഥത്തിൽ വരണത് ഇപ്പം 70 കിലോ തൂക്കമുണ്ട് തോബിയാസിന്. അവന് വിഴുങ്ങാൻ തന്നെ മത്സ്യത്തിനെന്ന് പറയുമ്പോൾ 70 കിലോനാണോ ഉള്ളത്? അല്ല, അതിന് 100-300 കിലോനുണ്ടാകും. വലിയ സാധനമാണത്. അപ്പോൾ ഇവനെ വിഴുങ്ങുമെന്നാകുമ്പോഴുണ്ട് അസറിയാസ് എന്ന് പറയുന്ന ദൂതൻ ഇവരെ കൊണ്ടുവന്ന് ദൈവം ഏൽപ്പിച്ച ഒരാളാണ്. ദൂതൻ കരക്ക് നിൽക്കുന്നുണ്ട്. ഈ മത്സ്യം വെള്ളത്തിൽ ഇറങ്ങി കുളിക്കണ തോബിയാസിനെ വിഴുങ്ങാൻ വേണ്ടി ഈ ഭീമാകാരമായ മത്സ്യം വരുമ്പോൾ തോബിയാസ് പേടിച്ചിട്ട് കരക്ക് നോക്കും, ദൂതനിടയ്ക്ക് നോക്കും. ദൂതൻ പറയും അതിനൊക്കെ പിടിക്കാൻ പറയും. അതാണ് വിഷയം. അതിനെ പിടിച്ച് കരക്കിടാൻ പറയും. അപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ ഈ മനുഷ്യന്, അത്രയും നേരം ഭയം കൊണ്ടിരുന്ന മനുഷ്യന് ഇതിനെ പിടിക്കാനുള്ള ആവേശവും ആരോഗ്യവും കിട്ടും. ഒരു പ്രശ്നം ഉടമ്പടിക്കാലത്ത് ഉണ്ടാകുമ്പോൾ ഓർക്കണം, അത് തരണം ചെയ്യാനുള്ള കഴിവ് ദൈവം നിന്നിൽ വളർത്തിയിരിക്കുന്നെന്ന്. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. നേരം അച്ഛനിലൂടെ ഈശോ പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ്, മക്കളെ, നിങ്ങൾ ഉടമ്പടി എടുക്കാൻ ദൈവം അനുഭവിച്ചത് തന്നെ എൻ്റെ വഴക്ക് പറയണമെന്ന് നിങ്ങൾ കാര്യമായിട്ട് എടുക്കരുതേ. അത് നിങ്ങൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് ഉടമ്പടി ചെയ്യാൻ വേണ്ടി അച്ഛൻ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അല്ലാതെ അത് നീരസമായിട്ട് എടുക്കരുത്. നിങ്ങൾ, ഞാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഉടമ്പടി ഒരു പെർഫെക്റ്റ് ഫോർമുലയാണ്. പക്ഷേ എൻ്റെ മക്കളത് കറക്റ്റായിട്ടാണ് അത് ചെയ്യണത്. ഞാൻ പറയുന്ന വോളി ഓഫ് ലവ് അത്രയും കടുത്ത ദൈവത്തിന് നമ്മളെ സംശയിക്കാൻ പറ്റാത്ത അത്രയും ദൈവത്തിന് നമ്മളെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നണം. അത്രയും ദൈവസ്നേഹത്തോടെയാണ് എൻ്റെ മക്കളെ ചെയ്യണമെന്നുണ്ടെങ്കിലേ, ഇപ്പം തന്നെ ഈ മത്സ്യത്തിൻ്റെ കാര്യം കണ്ട, ഇത് അപ്രതീക്ഷിതമായി വന്നതാണ്. 70 കിലോ തൂക്കമുള്ള തോബിയാസിനെ പിടിക്കാൻ 100 കിലോ തൂക്കമുള്ള മത്സ്യം വായും പൊളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ ഈ തോബിയാസ് കരക്ക് നോക്കി പേടിച്ച് നോക്കുമ്പോൾ പറയും അവനെ കയറി പിടിക്കാൻ പറയും. ഉടനെ ഈ വലിയ മത്സ്യത്തെ പിടിക്കാനുള്ള ശക്തി ഈ തോബിയാസിന് കിട്ടും. അതിൻ്റെ അർത്ഥം വെച്ചാൽ ഉടമ്പടി കാലത്ത് നിനക്കൊരു പ്രശ്നം ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം ആ പ്രശ്നത്തെ തരണം ചെയ്യാനുള്ള ശക്തി കർത്താവ് നിനക്ക് തന്നുവെന്ന് നിന്നെ ബോധ്യപ്പെടുത്താനാണ്. കൈയടിക്കട്ടെ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. എന്നിട്ട് ഈ തോബിയാസ് മത്സ്യത്തെ പിടിച്ച് കരക്കിട്ടിട്ട് തോബിയാസ് പിന്നെ ദൂതനോട് ചോദിക്കും, വാട്ട് ഐ ഷുഡ് നാവോ, ഇനി എന്താ ചെയ്യേണ്ടത്? ഉടനെ പറയും ഇതിൻ്റെ ചങ്കും കരളും പറിച്ചെടുക്കാൻ പറയും. ആ പ്രശ്നത്തിൻ്റെ ചങ്കും കരളും ഇയാളെ പറിച്ചെടുത്തിട്ട് രണ്ടുപേരും കൂടി അതിനെ ചുട്ടു തിന്നും. എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കണം നോക്കണം. എല്ലാ ഉടമ്പടി കാലങ്ങളുണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലും ദൈവം നിന്നെ വീണ്ടെടുക്കാൻ പോകുന്നതിൻ്റെ ഓരോ അടയാളങ്ങളും അതിൻ്റെ വഴികളുമാണ് വരണത്. അപ്പം നിങ്ങൾ പതറുകയല്ല ചെയ്യേണ്ടത്. നിങ്ങളെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ തോബിയാസിൻ്റെ സ്വഭാവം കണ്ടില്ലേ? ഓരോ വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ അവർ ഫോൺ വിളിച്ച് നാട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുക്കളെയും പാർട്ടിക്കാരെയും എല്ലാം വിളിക്കുന്നത്. ദൂതനെയാണ് നോക്കണത്. മത്സ്യം വന്നപ്പോൾ ദൂതനെ നോക്കി, മത്സ്യത്തെ പിടിച്ച് കരം കിട്ടപ്പോഴും ദൂതനോട് ചോദിച്ചു ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ദൂതൻ പറഞ്ഞു അതിൻ്റെ ചങ്കും കരളും പറിക്കണം, അത് സൂക്ഷിച്ച് വെക്കണം, അതുകൊണ്ട് നമുക്ക് പണിയുണ്ട്. അപ്പോൾ ഓരോ വിഷയത്തെക്കുറിച്ചും ആ വിഷയത്തിൽ പങ്കെടുക്കുന്ന വ്യക്തികളെക്കുറിച്ചും ഒക്കെ നാളെ കാലങ്ങളിൽ ദൈവം നിനക്ക് ഗുണം ചെയ്യും. ഒരു പക്ഷേ ഇന്ന് നിന്നെ എതിർക്കുന്ന വ്യക്തികളാകാം. ഒരിക്കലേ ഞാനേ ഈ ചവിട്ടുനാടക വിജ്ഞാനകോശം എഴുതി. അത് ഞാൻ എൻ്റെ 89 കർത്താവ് ഈ ആധ്യാത്മിക ശുശ്രൂഷ തന്നപ്പോൾ അതിൻ്റെ കൂടെ തന്നതാണ് സഭയുടെ മിഷണറി കലകളെ പുനരുജ്ജീവിപ്പിക്കുക. മിഷണറി കലകളാണ്.
ചവിട്ടുനാടകം, പുത്തമ്പാന, അമ്മാനം, ദേവാസ് വിളിപ്പിച്ചപ്പാട്ട്, അണ്ണായിപ്പാട്ട്, അങ്ങനെ കുറേ ഉണ്ട്. 9 കലകളുണ്ട്. അതെല്ലാം മൺമറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ പുനരുജ്ജീവിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ എനിക്ക് സമയം കിട്ടുമ്പോൾ ആധ്യാത്മിക ശുശ്രൂഷ കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിൻ്റെ ഗവേഷണങ്ങൾ, പഠനങ്ങൾ, അവതരണങ്ങൾ, അതുപോലെ തന്നെ കളരികൾ സ്വരൂപിക്കുക, അവരെ പഠിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അപ്പോൾ അത് നല്ല ശരിക്കും അമ്മ ഓരോരോ കാലങ്ങളിലും ഹെൽപ്പ് ചെയ്യും. അവസാനം എനിക്ക് കേന്ദ്ര ഗവൺമെൻറ് ഞാൻ പ്രോജക്റ്റ് അയച്ചപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്തിട്ട് കേരളത്തിൽ 2 പേർക്ക് മാത്രം കൊടുക്കുക സീനിയർ ഫെലോഷിപ്പ് തന്നു സെൻട്രൽ ഗവൺമെൻറ്. അത് അന്നത്തെ കാലത്ത് അതെനിക്ക് കിട്ടിയിരിക്കുന്നത് 2008 മറ്റെയാണ്. 2008 എനിക്ക് 3 ലക്ഷം രൂപയാണ് തന്നത് സെൻട്രൽ ഗവൺമെൻറ് ഞാൻ ചെയ്ത വർക്ക് എന്തിനു വേണ്ടിയാണ്? ചവിട്ടുനാടക വിജ്ഞാന കോശം. അത് ആ വർക്ക് തീർന്ന എപ്പോഴാണ്? 5 കൊല്ലം കഴിഞ്ഞപ്പോൾ 2013 ആ വർക്ക് തീർന്ന. ആ വർക്ക് തീർന്നപ്പോൾ ഇത് പ്രസിദ്ധീകരിക്കണ്ടേ? ഇത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഇതിന് എന്തുമാത്രം ഇത് ആദ്യമേ, അതായത് നിങ്ങൾ ഒരു സ്ഥലത്ത് നിങ്ങൾ പറയുക ഞാൻ അവിടെ കൊണ്ട് ബിസാക്ക് കൊടുത്തു, അപ്പോൾ ഏജൻസിക്ക് ഞാൻ 1 ലക്ഷം രൂപ കൊടുത്തു, പിന്നെ 6 മാസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഏജൻസി ഫേക്കാണെന്ന് കണ്ടു. അത് ഉടനെ ഞാൻ കാശ് തിരിച്ചു ചോദിച്ചു, അവർ കുറച്ച് കാശ് തന്നു, പിന്നെ അവർ വിളിച്ചിട്ട് എടുക്കണില്ല. ഇങ്ങനെ നിങ്ങളുടെ കഥ അല്ലേ? ആ കഥ പോലെ തന്നെ ഇതുപോലെ ഓരോ സംഭവങ്ങളും നമ്മുടെ ജീവിതം നടത്തുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് ഈ മത്സ്യത്തെ കൊല്ലാനുള്ള ബലം നീ പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി സ്കീംസ് തരികയാണ്. എപ്പോഴും ഓർത്തേനെ പ്രാർത്ഥിക്കാനുള്ള സ്കീംസാണിത്. എല്ലാ കാര്യവും വിജയിക്കരുത്. എല്ലാ കാര്യവും വിജയിച്ചാൽ ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കത്തില്ല. എല്ലാ കാര്യവും വിജയിച്ചാൽ നിൻ്റെ പദ്ധതി വിജയിക്കും. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി അതല്ല, നിന്നെ ബലമാക്കുകയാണ്. നിന്നെ എന്താണ് അവസാനം ഫിലിപ്പിയർ 4:13 പറഞ്ഞ എന്താണ്? എന്നെ ശക്തനാക്കുന്നതിലൂടെ എന്ന് പറഞ്ഞ് ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം കുറച്ച് കാര്യം നമ്മൾ ചെയ്യാന്നുള്ളതല്ല. ഇപ്പം നമ്മൾ പാർട്ടിയെ ആശ്രയിച്ച് കഴിഞ്ഞാൽ ആ കുറച്ച് കാര്യങ്ങൾ നടക്കും അല്ലേ? അത് കുറച്ച് 5 കൊല്ലം കഴിയുമ്പോൾ അവിടെ ഭരണം മാറുകയും ചെയ്യും. അപ്പോൾ ഈ ലോകത്തിൻ്റെ ആൾക്കാർ ഇപ്പോൾ പൊന്ന്, പണം, അതുപോലെ തന്നെ ഓരോ സംഭവങ്ങളൊക്കെ നമ്മൾ ആശ്രയം വെക്കുമ്പോൾ എല്ലാം നമുക്ക് കിട്ടത്തില്ല. അതെപ്പോഴും അതുകൊണ്ട് ബൈബിൾ എപ്പോഴും കറക്റ്റ് സ്പോട്ടിൽ നമ്മൾ നയിക്കത്തുള്ളൂ. എന്താണ് ഫിലിപ്പിയർ 4:13 എന്താ പറയണത്? എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ പറഞ്ഞോളൂ, വായിച്ചോളൂ. സാധിക്കും. അതായത് ദൈവത്തിൽ ആശ്രയം വെച്ചാൽ മാത്രമേ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഒരു പിന്നി മേടിക്കാൻ ഒരു കടയിൽ പോയി, അവിടെ പിണ്ണാക്ക് മേടിക്കാൻ പാലം കയറി അപ്പുറത്തെ കടയിൽ പോയി, ഇങ്ങനെ പലയിടത്ത് നടക്കേണ്ടി വരും. അപ്പോഴേ സൂപ്പർ മാർക്കറ്റിൽ കയറുകയാണെങ്കിൽ എല്ലാ സാധനവും അവിടെ ഉണ്ട്. ഇതുപോലെ നമ്മളെ ശക്തീകരിക്കുക എന്ന് പറയുന്ന പോലെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുമാണ് ദൈവത്തിൽ ആശ്രയിക്കേണ്ടതെന്നാണ് അർത്ഥം. അല്ലാതെ നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം, ചില കാര്യങ്ങൾക്ക് ദൈവത്തിൽ ആശ്രയിക്കും, ചില കാര്യങ്ങൾക്ക് നിങ്ങളുടെ ആങ്ങളെ വിളിച്ച് പറയും, അവിടെ സംഭവം തെണ്ടും. അതാണ് പ്രശ്നം. ആങ്ങളൊക്കെ കുറച്ച് ഗുണ്ടാപ്പണിയൊക്കെ ഉള്ളതാണ്, കുറച്ച് കഞ്ചാവ് ബിസിനസ്സൊക്കെ ഉള്ളതാണ്. അമ്മായിയമ്മയുടെ പോരിന് ചില അമ്മായിയമ്മമാരുടെ മേൽമക്കൾ പറഞ്ഞിട്ടില്ലേ, എൻ്റെ ആങ്ങളൊക്കെ നിങ്ങളെ കൊട്ടേഷൻ കൊടുക്കുന്നു പറഞ്ഞിട്ടില്ലേ? ഒരു ദിവസം പത്രത്തെ വന്നാണ് അമ്മായിയമ്മ മരുമകളും കൂടി അടുക്കള പോര്. അപ്പോൾ ജയിക്കാൻ വേണ്ടി അമ്മായിയമ്മ ഒതുക്കാൻ വേണ്ടി പറഞ്ഞാണ് എൻ്റെ ആങ്ങള ആരാണെന്ന് അറിയാമല്ലോ, കൊട്ടേഷനാണ്. നിങ്ങളെ ഞാൻ കൊട്ടേഷൻ കൊടുക്കുമെന്ന് പറയും. ആരും നിങ്ങളുടെ മകനെ കൊടുക്കുമെന്ന് പറയും. ആര് അനിയനുണ്ടേ ഭർത്താവിന്. അവൾ കൊടുക്കാൻ വേണ്ടിയല്ല, ജയിക്കാൻ വേണ്ടി പറഞ്ഞാൽ. പക്ഷേ ആധ്യാത്മിക ജയിക്കാൻ വേണ്ടി പോലും അങ്ങനെ ലോകത്തിൻ്റെ ശക്തികളെ നിങ്ങളുടെ അവലംബം വെക്കരുത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി എടുക്കുമ്പോൾ, ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഒരു എന്തെങ്കിലും കൊണ്ടുവന്ന് ഇവിടെ കെട്ടിത്താത്തുന്ന വിഷയമല്ല, ഒരു ജീവിത രീതിയാണ്. എന്നെ ശക്തനാക്കുന്നതിലൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചെയ്യാൻ വേണ്ടി നമ്മളെ ശക്തനാക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ? ഉടമ്പടി കാലത്ത് പ്രത്യേകിച്ച് ഉടമ്പടി ഒരു ജീവിത രീതിയാണ്. 90 ദിവസത്തേക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാമല്ല, ഒരു ഫങ്ഷൻ അല്ല, അതൊരു ജീവിത രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നിലപാടുണ്ട്. ആരാണ് എന്നെ ശക്തനാക്കുന്ന? ആരാണ്? ദൈവം.
അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പം നിങ്ങളുടെ മതിൽ പൊളിച്ചു ഇപ്പം ഇന്നലെ ഇപ്പം ഈ സിലുവിൻ്റെ സാക്ഷ്യത്തിലുണ്ടേ, സിലുവിൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും ഓരോ പാമ്പ് മാറി മാറി കയറണം. ഒരു പാമ്പ് അണലി ഒരു ദിവസം വന്നാൽ അടുത്ത ദിവസം മുറുക്കം വരും, പിന്നെ ചേനത്തണ്ടം വരും, ശംഖുവരയും വരും. ഇങ്ങനെ ഓരോ പാമ്പ് വരികയാണ്. മൊത്തം ഇതിനെ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് പറ്റണില്ല. ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടി വേറെ ആരെയും വിളിച്ചു വരുത്തിയ ഏക്കത്തില്ല ഈ സാധനം. കാര്യം കോംപ്രമൈസ് സ്റ്റോക്കിന് തയ്യാറല്ല ഈ മുറുക്കപ്പാമ്പൊക്കെ, ഒത്തുതീർപ്പിന് തയ്യാറല്ല. അവന്മാർ കയറി വേണമെങ്കിൽ നമ്മുടെ തലേൻ്റെ താഴെ ഇരിക്കും. അപ്പോൾ ഈ ലോകത്ത് കോംപ്രമൈസ് സ്റ്റോക്കിന് തയ്യാറല്ലാത്ത ഒത്തിരിയേറെ ജീവികളും ജീവിത വിഷയങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യന്മാരിൽ ആശ്രയിക്കുമ്പോഴും മരുന്നിൽ ആശ്രയിക്കുമ്പോഴും എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. കിഡ്നിയുടെ മരുന്ന് കഴിക്കുന്നതിന് കരൾ രോഗം ഉണ്ടെങ്കിൽ അതിന് വേറെ മരുന്ന് കഴിക്കേണ്ടി വരും. ആ മരുന്ന് എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് എൻ്റെ അത് വരുന്ന വിഷയം വരണത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം ഈ ദൈവത്തിന് ഒരു ഓപ്ഷൻ നമുക്കില്ല. നിങ്ങൾ ഉടമ്പടിക്കാലം ശ്രദ്ധിക്കുമ്പോൾ തന്നെ ഓർക്കുക, ഞാൻ ഉടമ്പടിയിലാണ്, അതുകൊണ്ട് എനിക്ക് ഇന്ന കാര്യങ്ങൾ നിലപാടുകൾ ദൈവവിഹിതമായ നിലപാട് എടുത്തത്. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം നിലപാട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യന് ഒന്നാം സ്ഥാനം കൊടുക്കണമെന്ന് നിലപാട് എടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. അതിനാണ് പ്രലോഭനമെന്ന് പറയണത്. മനസ്സിലായില്ലേ? അതിന് കർത്താവ് എൻ്റെ മരുന്നെന്താ പറഞ്ഞിരിക്കണത്? അത് ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കാര്യം നിങ്ങൾ അങ്ങനെ വന്നാൽ നിങ്ങൾ വീണ് പോകും. അതുകൊണ്ട് ഇങ്ങനെ ദൈവത്തിനേക്കാൾ വലിയ ഒരു സംവിധാനത്തിൽ നമ്മൾ എന്ന് ദൈവത്തെക്കാൾ വലിയ സംവിധാനമാണെന്ന് മിഥ്യാധാരണയിൽ നമ്മൾ മനുഷ്യന്മാരിൽ ആശ്രയിക്കാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ്? പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്. നമ്മളത് സെക്സായിട്ട് മനസ്സിലാക്കി. സെക്സ് അല്ല പ്രശ്നം. പക്ഷേ എന്താ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തെക്കാൾ നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ആദ്യമേ അവിടെ നിന്നാണ് ഈ പ്രലോഭനം സ്റ്റാർട്ട് ചെയ്യണത്. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ സ്വർണം ചിലപ്പോൾ ദൈവമായിട്ട് വരും. ദൈവം ഇപ്പോൾ ഒരു സ്വർണം നമുക്ക് വാങ്ങിച്ചിട്ട് തരണില്ല അവർ. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ് നിങ്ങളോട്, വായ്പ വാങ്ങിച്ചതാണ്. പക്ഷെ അവർ വിറ്റ് മാറ്റി, അവർ തന്നില്ല. അവരോട് വിളിച്ച് പറഞ്ഞ് അപ്പോൾ അവർ ചോദിക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർക്ക് ഭയങ്കര അഹങ്കാരം ഉണ്ടല്ലോ, അവരെ കയ്യിൽ നിന്ന് കുഴപ്പം സംഭവിച്ചു. പക്ഷേ ഇപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്നറിയാമോ? മേടിക്കാമെങ്കിൽ മേടിക്കാനാണ് പറയണത്. നമ്മുടെയൊക്കെ എന്ത് സ്വർണ്ണം അരിയും തിന്ന് ആശ്വാസത്തിനെ കടിച്ച് എന്നിട്ടും പട്ടിക്ക് മുറിവുറപ്പ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ വരുന്ന അനുഭവങ്ങൾ ആ തരവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളുടെ വരുമ്പോൾ നമ്മളെന്ത് ചെയ്യും? അപ്പോഴും ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഈ 90 ദിവസം കഴിയട്ടെ, നിൻ്റെ കൈയും കാലും ഞാൻ വിട്ടു എന്ന് പറയും. അതാണ് പ്രശ്നം. അവിടെയുടെ പ്രശ്നം. ഇതാണ് പ്രലോഭനം എന്ന് പറയണത്. പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങളിങ്ങനെ 90 ദിവസം കഴിയുമ്പോൾ കൈയും കാലും വിട്ടുമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ഉടമ്പടി ഇപ്പോൾ തന്നെ നിരക്കാൻ തുടങ്ങിയിരിക്കണത്. നിങ്ങൾ ആരാണെന്നറിയാവില്ല, മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവനെ അറിയാവുന്ന. അതാണ് വിഷയം. 2:24 എടുത്തേ. ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 2:24. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. 25. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. അതാ പറയാം, വൃത്തിയായിട്ടും വ്യക്തമായിട്ടും അറിയാം. അതുകൊണ്ടാണ് ഉടമ്പടി ലാഗ് ചെയ്യാൻ കാര്യത. നിങ്ങൾ എന്ത് ഉരുപ്പടിയാണെന്നുള്ളതിനെക്കുറിച്ച്, കാതലാണോ വെള്ളയാണെന്നുള്ളത് അറിയാൻ പറ്റും. മരം വിൽക്കുന്ന ആൾക്കാർ വരത്തില്ലേ? അപ്പോൾ അവർ നമ്മൾ ആഞ്ഞിലേക്ക് കാണിക്കുമ്പോൾ പറയും, എൻ്റെ ചേച്ചി ഇത് കൂടെ ഒന്നും കിട്ടത്തില്ല, ഞാൻ 14,000 രൂപ തന്നെ ഞാൻ കൂടുതലാണ് പറഞ്ഞത്, ഇത് മുഴുവൻ വെള്ളയാണെന്ന് പറയും. ചിലപ്പോൾ കള്ളത്തരായിരിക്കും അത് പറയണതേ, നമുക്കിപ്പോൾ അത് ലാഭത്തിൽ കിട്ടാൻ വേണ്ടിയാണ്. പക്ഷേ എന്നാലും ശരി, ഒരു വ്യക്തിയെ കാണുമ്പോൾ ദൈവം കാതലാണോ വെള്ളയാണെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യം കണ്ടു കഴിയുമ്പോൾ നമ്മൾ ആരായിരിക്കും ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് 2:25 പറയണത്. എന്താണ്? മനുഷ്യനുള്ളത് എന്താണെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു. അത് സീരിയസ് നിസ്സാര വിഷയമല്ല. അതായത് ഇതുപോലെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നീ ദൈവത്തെ വിട്ടു നിൽക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു ഗോവയെന്ന് ഒരു സഹോദരി വന്ന, അപ്പം ഞാൻ അവരെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കെന്തോ പന്തികേട് തോന്നി, നോട്ട് റൈറ്റ് എന്ന് തോന്നി.
അപ്പം ഞാനിവിടെ രണ്ടാമത് ഇവരുടെ ചീട്ടെടുത്ത് കൂട്ടത്തിൽ നിന്ന് എടുത്ത് രണ്ടാമത് പൊക്കിയെടുത്ത് വായിച്ച് നോക്കിയപ്പോൾ പുതിയ ഉടമ്പടിയാണ്. പുതിയ ഉടമ്പടിക്കാർ ചില NRIക്കാരാണെങ്കിൽ ചിലപ്പോൾ എമർജൻസി ആണെങ്കിൽ അവർ 5 കൊല്ലം കഴിഞ്ഞാലേ പിന്നെ വരത്തുള്ളൂ. അവരച്ഛൻ കാണാൻ ചിലപ്പോൾ അവർക്ക് ഈ വിഷയം സീരിയസ് ആണെങ്കിൽ അനുവദിക്കും, വിഷയം സീരിയസ് ആണെങ്കിൽ അനുവദിക്കും. പക്ഷേ ഇവർ ഗോവക്കാരത്തെയാണ്. ഇവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എടുത്തിട്ട് ആ ഉടമ്പടി ജീവിക്കണം. ആദ്യം പോയി ഇവർ കത്തോലിക്കരാണെങ്കിൽ പോയി കുമ്പസാരിക്കണം. ആ ഉടമ്പടി ജീവിച്ചിട്ട് 90-ാം പക്കമാണ് തിരിച്ച് വന്നിട്ട് അവർ കാണാൻ പറ്റണമെങ്കിൽ, അത്യാവശ്യമായിട്ട് കാണണമെങ്കിൽ കാണേണ്ടത്. ഇവരങ്ങനെ ഒന്നുമില്ലാതെ നേരെ ഉടമ്പടി എടുത്തിട്ട് നേരെ. അപ്പം ഞാൻ മാനേജറെ വിളിപ്പിച്ച് പറഞ്ഞു, നിങ്ങൾ അവിടെ ചതിക്കാനിരിക്കണമെന്ന് ചോദിച്ചു. എന്താ പ്രശ്നം? അപ്പോൾ അയാൾ എന്നോട് പറയണത് 2 ദിവസമായിട്ട് അമ്മയും മകളും ഇവിടെ പുറകെ അടക്കുകയാണ്, അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടാൽ വെച്ചപ്പോൾ എന്താ വിഷയം? അപ്പോൾ ഇവിടെ സൂര്യകടായിട്ട് പുള്ളി ചുറ്റും വിടും. അപ്പം ഞാനിവിടെ പിടിച്ചു. എനിക്ക് ആളെ കാണുമ്പോൾ അറിയാൻ പറ്റും പെശകാണോ പെശകല്ല. ഞാൻ ഈ ചീട്ട് രണ്ടാമത് വായിച്ച് നോക്കിയപ്പോൾ എന്താ പറ്റുന്നറിയാവോ? ഇവരെഴുതി വെച്ചിരിക്കുന്ന കാര്യം ഇവർ ഭർത്താവുമായിട്ട് പിരിഞ്ഞ് താമസിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ 19 കൊല്ലം കഴിഞ്ഞ് അവിടെ മകൻ അവരുടെ ഭർത്താവിൻ്റെ കൂടെയാണ്. അപ്പോൾ ആ മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് കിട്ടുമെന്ന്. കാര്യം അതിന് കുറേ ചടവ് നിവർത്താനുണ്ട്. കാര്യം ഒന്നാമത്തെ കാര്യം, ആരാണ് ആദ്യം പിരിഞ്ഞതെന്ന് അറിയണം. ഇവളാണ് ഇട്ടച്ചും പോകുന്നത്, അവനാണ് പോകുന്നതെന്ന്. അവനാണ് ഇവളെ ഉപേക്ഷിച്ചതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നീതിയുടെ പക്ഷം നിൽക്കും. ഒരു നീതിപക്ഷം ഉണ്ടല്ലോ. നമ്മളുള്ള പ്രകൃതമെല്ലാം കാണിച്ചു കൂട്ടത്തിൽ ഇവിടെ ഉടമ്പടി എടുക്കുമ്പോൾ എല്ലാം ഉരുത്തി കണ്ട് വായിലോട്ട് വിഴുങ്ങി തരുന്ന നമ്മൾ ആനയ്ക്ക് നമ്മൾ പട്ട കൊടുക്കുമെന്നാണ് വിചാരിക്കണത്. നടക്കത്തില്ല, ഒറ്റ നടക്ക് പോകത്തില്ല. ഒന്നാമത്തെ എനിക്ക് അവരോട് സംസാരിക്കാൻ നല്ല തിരക്കായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ അവരോട് ശരിക്കും സംസാരിച്ചു തരാം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ വിഷയം ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആര് പറഞ്ഞിട്ടാണ് നീ കൂദാശ ബന്ധം പിരിഞ്ഞത്? നിന്നെ ഉപേക്ഷിച്ചതാണെങ്കിൽ ഓക്കെ, ദൈവത്തെ അറിയാൻ പാലാത്തവർ അങ്ങനെ പല കാര്യം ചെയ്യും. ദൈവത്തെ അറിഞ്ഞിട്ടും അറിയാൻ പാലാതെ നടിച്ചുകൊണ്ട് നിൻ്റെ സൗകര്യത്തിന് വേണ്ടി നീ കൊച്ചിനെ ആ പെങ്കൊച്ചിനെയും വിളിച്ചുകൊണ്ട് അവളെ പോകുന്നേ. നേരത്തെ ഇപ്പം 19-ാമത്തെ വയസ്സിൽ ആൺകൊച്ചിനെ കൂടി കിട്ടുന്ന വീട്ടിൽ നിർത്തി വേല എടുപ്പിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു അരിശം കൊണ്ട് ആറ്റിച്ചാടുന്നവരെ വേറെ പല അരിശം എടുത്താൽ പിന്നെ അവിടെ പോകാൻ പറ്റത്തില്ല. ഇപ്പോഴെന്ത് 19-ാം വയസ്സിൽ ആ പയ്യനെ കിട്ടണമെന്ന് പറയുകയാണ്. അതിനകത്ത് നീതി ഉണ്ടോ എന്ന് അറിയത്തില്ല. അവനാണ് ഇവളെ ഉപേക്ഷിച്ചെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ അകത്തൊരു സ്കോപ്പുണ്ട്. പക്ഷേ അല്ലെങ്കിൽ സ്കോപ്പില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഏകപക്ഷീയമായിട്ട് ഇറങ്ങിപ്പോകുന്നതാണ്, കൊച്ചിനെയും വിളിച്ചുകൊണ്ട് പോകുന്നതാണെങ്കിൽ സ്കോപ്പില്ല അതിൻ്റെ അകത്ത്. ഇനി ഇവിടെ സ്കോപ്പ് ഉണ്ടായിട്ട് നമ്മൾ എന്തെങ്കിലും തരത്തിൽ അയാൾക്ക് മനസ്സലിഞ്ഞ് ചിലപ്പോൾ ഈ കൊച്ചിനെ അമ്മയ്ക്ക് നിനക്ക് ഇഷ്ടമുള്ള പോകാമെന്ന് അവൻ പറഞ്ഞാൽ പോലും ദൈവത്തിരുസന്നിധിയിൽ ഈ സംഭവം ഇങ്ങനെ കിടക്കും. ദൈവത്തെപ്പോലും മാനിക്കാത്തവരാണ് ഞാൻ എപ്പോഴും നോക്കാറുണ്ട്, ഡൈവേഴ്സ് ചെയ്യുന്ന ആൾക്കാരിൽ ഒരു 50% ദൈവത്തെ മാനിക്കാത്തവരാണ്. ഇതൊരു വിവാദമാക്കേണ്ട കാര്യമില്ല. ഞാൻ 21 വർഷത്തോളം ഈ 89 മുതൽ 2000 ഇപ്പോഴുള്ള 25 വരെ 21 ലക്ഷത്തോളം മനുഷ്യരെ കൗൺസിലാണ് ഇതാകുമ്പോൾ ഞാൻ പറയണത്. ഡൈവേഴ്സ് ചെയ്യാൻ ഉദ്ദേശിച്ചവർ 50% ദൈവഭയം ഇല്ലാത്തവരാണ്. അവരുടെ അപ്പോഴത്തെ കാര്യം നടന്നു പോരണം, അല്ലെങ്കിൽ അവരുടെ സൗകര്യം അനുസരിച്ച് കാര്യങ്ങൾ നടക്കണം. അതിനു വേണ്ടിയാണ്. ഒരിക്കൽ ദൈവത്തെ ഉപേക്ഷിച്ചവർ പിന്നെ എത്ര കടന്ന് മോങ്ങിയാലും ആ ദൈവം നിത്യതയെ വരത്തില്ല, തിരിച്ചു വരത്തില്ല. പള്ളിയിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ചിലപ്പോൾ ഡിസ്പെൻസേഷനൊക്കെ വാങ്ങിച്ച് ചിലപ്പോൾ വേറെ കെട്ടാൻ പറ്റുമായിരിക്കും. പക്ഷേ ദൈവത്തിരുസന്നിധി ആ കണക്കെടുപ്പുണ്ട്. കാര്യം എന്താണ്? നീ അമ്മ പറഞ്ഞു ഇന്നിപ്പോൾ അമ്മ ജീവിച്ചിരിപ്പില്ല, അത് നിന്നെ ചട്ടക്കയറ്റി ആൻറ്റിമാരുന്ന് ജീവിച്ചിരിപ്പില്ല. അതിലെല്ലാം തവള ചാകണ പോലെ ചുവത്തേലിൽ ഒരു പൊടിയാട് കിടപ്പുണ്ട്. അവരെ നശിപ്പിച്ച ജീവിതമാണ് നിൻ്റെത്. അവർ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ജീവിത പങ്കാളി പിരിയണമെന്നൊക്കെ പറഞ്ഞിട്ട് ജീവിത പങ്കാളിയുമായിട്ട് താമസിക്കാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി നിങ്ങളെ സ്ക്രൂ ചെയ്യുന്നവർ ചിലപ്പോൾ അപ്പനായിരിക്കാം, ചിലപ്പോൾ അമ്മാവനായിരിക്കാം, ചിലപ്പോൾ അനിയത്തിയായിരിക്കാം, ആൻറ്റി ആയിരിക്കാം. ഇവന്മാരെല്ലാം പാമ്പ് ചാകണ പോലെ പൊടിയായിട്ടിരിക്കും. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ പറഞ്ഞ കേട്ടിട്ട് ഒരിക്കൽ ദൈവത്തെ ഉപേക്ഷിച്ചവരാണ്. ദൈവത്തെ നമ്മൾ ഒരിക്കൽ ഉപേക്ഷിച്ചതിന് ശേഷം നമ്മൾ ഒരിക്കൽ ആ ദൈവത്തെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞാൽ ദൈവം തിരിച്ചു വരത്തില്ല. ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുമെന്നല്ലേ ഉള്ളൂ. നിത്യത. ഞാൻ മാതാവിനെ നേരെ ചൊവ്വ കണ്ട ആളാണ്. ഞാൻ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കണം.
കാര്യം ദൈവത്തെക്കുറിച്ച് വ്യക്തമായ അഭിപ്രായമില്ലാത്തവർ, അടയാളമില്ലാത്തവർ, അനുഭവമില്ലാത്ത ആൾക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ആധ്യാത്മികതയിൽ ചിലപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള കോംപ്രമൈസും ഒത്തുതീർപ്പും ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, കൃപാസനത്തിലാണ് ഉടമ്പടി ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ആ ഉടമ്പടിയുടെ 10,000ങ്ങളും ദൈവത്തെ അറിയുന്നുണ്ടെങ്കിൽ, ദൈവം വസിക്കുന്ന ഇടത്ത് വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെടാതെ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ അവസാനത്തെ ഓപ്ഷനാണ്, നിങ്ങൾ തിരിച്ചറിയണം. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ പശ്ചാത്തപിക്കാനുള്ള, ദൈവത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ചങ്കം കരളും എടുത്ത് സൂക്ഷിച്ച് അസറിയാസും തോബിയാസും കൂടി പിന്നെയും യാത്രയാകും. അപ്പോഴവരെ പോകുന്ന വഴിക്ക് രാത്രിയാകുമ്പോൾ റഗ്വേൽ എന്നും പറഞ്ഞ ഒരാളിൻ്റെ വീട്ടിൽ കയറും. റഗ്വേൽ ബന്ധമുള്ള ആളാണ്, ചർച്ചക്കാരാ. ഇപ്പം രാത്രിയായി, പോകേണ്ട സ്ഥലം ഇനിയും പോകാനുണ്ട്. പക്ഷെ രാത്രി ആയതുകൊണ്ട് യാത്ര നടക്കാത്തത് കൊണ്ട് ഇവർ മത്സ്യത്തിനെ ചുട്ടു തന്നിട്ട് ചങ്കം കരളും എടുത്തുകൊണ്ട് യാത്രയാകും. റഗ്വേലിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് വിഷയം. റഗ്വേലിൻ്റെ മകളാണ് സാറ. അവൾ ശരിക്കും പറഞ്ഞാൽ ദൈവം ഈ തോബിയാസിന് വേണ്ടി നിശ്ചയിച്ചിരുന്ന ജീവിത പങ്കാളിയാണ്. ദൈവഹിതപ്രകാരമല്ലാതെ അവൾ കല്യാണം കഴിച്ച് 7 ഭർത്താക്കന്മാർ മരിച്ചിരിക്കുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ ബൈബിൾ നല്ല രസകരമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ റഗ്വേലിൻ്റെ വീട് ചെല്ലുമ്പോൾ അസറിയാസ്, ഈ ദൂതൻ പറയും, ഇത് നിൻ്റെ ജീവിത പങ്കാളിയാണ്, അവളെ കല്യാണം കഴിക്കാൻ നിനക്ക് തടസ്സമില്ലെന്ന് പറയും. അപ്പോൾ റഗ്വേലിനെ സാറായുടെ അപ്പന് അത് ബോധ്യമാകും. അപ്പോൾ സാറ കരഞ്ഞുകൊണ്ട് പറയും, എന്നെ കല്യാണം കഴിക്കരുത്, കാര്യം ഇന്ന രീതിയിൽ മരിച്ചിട്ടുള്ളതാണ് ഭർത്താക്കന്മാർ. കാര്യം തുറന്നു പറഞ്ഞ കണ്ടില്ലേ, വിവാഹത്തിൽ എന്തെങ്കിലും ഒരു പരാധീനത ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിനാണ് പ്രാധാന്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ തുറന്ന് പറയണം. കഴിക്കണമെങ്കിൽ കഴിക്കണം, അല്ലെങ്കിൽ കഴിക്കണം, ദൈവതീരുമാനിച്ചായിരിക്കുന്നത്. ഇപ്പോൾ ഇവൾ സാറ കാര്യം തുറന്ന് പറയുകയാണ്. എന്താ പറയണത്? എൻ്റെ ഭർത്താക്കന്മാർ കെട്ടിയവരെല്ലാം അന്ന് രാത്രി തന്നെ മരിച്ചു വീണിട്ടുണ്ട്, എൻ്റെ ഒരു അവസ്ഥ അതാണ്. അപ്പം റഗ്വേലിന് അസറിയാസ് പറയും, ഇല്ല, ഇത് ദൈവഹിതമാണ്, നിൻ്റെ ഭർത്താക്കന്മാരെ കൊന്നിട്ടുള്ള ഭൂതത്തെ ഞാൻ ഉച്ചാടനം ചെയ്യുമെന്ന് പറയും. എന്നിട്ട് അസറിയാസ് തോബിയാസിനോട് പറയും കല്യാണ രാത്രിയിൽ, നീ പിടിച്ച മത്സ്യത്തിൻ്റെ ചങ്കും കരലും എടുത്ത് ഇപ്പം നെരിപ്പോടിലിട്ട് പുകക്കാൻ പറയും. അത് പുകച്ചു കഴിയുമ്പോൾ ഈ ഭൂതം ഉച്ചാരണം ചെയ്യപ്പെടും. അതായത് എന്ത് തിന്മയുണ്ടെന്നുണ്ടെങ്കിലും കർത്താവിൽ നമ്മൾ വിശ്വസിക്കുന്ന വ്യക്തിയാണോ, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധയും നിന്നെ ഏൽക്കുകയില്ല. 91 സങ്കീർത്തനം 7-ാം തിരുവചനം. സങ്കീർത്തനം 91:7. നിന്റെ പാർശ്വങ്ങളിൽ നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000ങ്ങളും. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. അതായത് ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണമായ പ്രൊട്ടക്ഷനാണ് ഉള്ളത്. അതാണ് ഞാൻ എപ്പോഴും ഉടമ്പടി കർക്കശ്യമായിട്ട് പാലിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഉടമ്പടിയിൽ എന്താണ് 14:9 തോബിയാസ് പറയണത്? കർത്താവിൻ്റെ നിയമവും കർത്താവിൻ്റെ പ്രമാണങ്ങളും പ്രവാചക ഗ്രന്ഥങ്ങളും അനുസരിച്ച് ജീവിക്കുന്നതിൻ്റെ ജീവിതം മത്സ്യം വിഴുങ്ങാൻ വന്നാലും, അതുപോലെ തന്നെ പിശാച് ഭർത്താക്കന്മാരെ കൊല്ലുന്ന സ്ത്രീയെ കല്യാണം കഴിച്ചാലും ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം ഉണ്ടാകും. അതായത് ഉടമ്പടി നമുക്ക് നൽകുന്ന സംരക്ഷണം നിസ്സാരമല്ല. സലുവിൻ്റെ സാക്ഷ്യത്തിൽ കേൾക്കുന്നത് എന്താണ്? അണലി ഒരു ദിവസം, 2ാമത്തെ ദിവസം ശംഖ് വരെ, 3ാമത്തെ ദിവസം മൂർക്കരിങ്ങനെ കയറി ഇറങ്ങി പോവുകയാണ്. അപ്പോൾ അവളെന്താ ചെയ്യണത്? അവളൊന്നും ചെയ്തില്ല. അവൾ ചെയ്തിട്ടിരിക്കണത് കൃപാസനത്തിൽ നിന്ന് മണ്ണെടുത്ത് ഇവിടെ വന്നു വെച്ചു. വർഷങ്ങളായിട്ടുള്ള പാമ്പ് ശല്യമാണേ. മണ്ണെടുത്തിട്ട് എന്ത് ചെയ്ത് ഉടമ്പടി ഉപ്പുമായിട്ട് കലർത്തി അത് സ്വന്തമായിട്ട് ചെയ്യണതാണ്, ആരും പറഞ്ഞു കൊടുക്കണമല്ല. ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവ പൈതലിന് ദൈവവുമായിട്ട് ജീവിച്ച് കഴിയുമ്പോൾ പരിഹാര മാർഗങ്ങൾ സ്വന്തം മനസ്സിൽ തന്നെ ദൈവം കൊടുക്കും.
അവളെന്ത് ചെയ്ത് ആ ഉപ്പ് കൊണ്ടുവന്ന് വെയിലിൽ മുഴുവൻ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് വെയിലിക്ക് മുഴുവൻ ഉപ്പ് തുളി. കാര്യം വെച്ചാൽ അവർക്ക് ആപ്പടെ 5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, ചുറ്റോടിയുള്ള കാടാണ്, അത് നാട്ടുകാരുടെ പുരയിടമാണ്. ആ നാട്ടുകാർ ഇവിടുന്ന് ഇവിടെയെങ്കിലും ഇല്ല. അപ്പോൾ അവരുടെ കാട് വെട്ടാനും പറയത്തില്ല, നമ്മളെ കയറി വെട്ടിയാൽ കേസും ആകും. പാമ്പാണെങ്കിൽ പാമ്പിന് പുരയിടത്തെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്ത കാരണം പാമ്പ് ഇതിൻ്റെ പേരിൽ കാട്ടിൽ നിന്ന് കയറണ പോലെ നമ്മുടെ വീട്ടിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു ഗതികെട്ട ജീവിതമാണെന്ന് നോക്കിയേ. അപ്പോൾ അവൾ ചെയ്തിരിക്കണത് എന്താണ്? അവൾ ഉടമ്പടി ജീവിച്ചിട്ട് മണ്ണ് വാരി കൊണ്ടുപോയിട്ട് ഉപ്പുമായിട്ട് കലർത്തിയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് വെയിൽ 4 അതിരിനും വിശ്വാസ പ്രമാണം ചൊല്ലി ഇത് പ്ലേസ് ചെയ്യും. ഇതാണ് വിശ്വാസ പ്രയോഗം എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? ഉടമ്പടി തൈലം കൊണ്ടുവന്നിട്ട് ഇരുമ്പ് ഗേറ്റിൻ്റെ ഒരു കുരിശിടും. കർത്താവിൻ്റെ ഭവനമാണിത്, ഇവിടെ പ്രവേശിക്കരുതെന്ന് പറയും. അതാണ് ഒരു ബാധയും നിൻ്റെ ഭവനത്തെ പ്രവേശിക്കത്തില്ല. സുലു പറയണത് പിന്നെ 1 കൊല്ലമായി ഇപ്പോൾ ഇന്ന് വരെ ഒരു പാമ്പിനെ പോലും കുടുംബത്തിൽ കണ്ടിട്ടില്ലെന്ന്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. അതായത് ഒരു വ്യക്തി വിശ്വാസത്തെ വളർന്നു കഴിയുമ്പോൾ ഇത്രയും നാൾ കൈകാര്യം ചെയ്യാൻ പാടില്ല വിഷയമൊക്കെ വെറുതെ പുഷ്പം പോലെ കൈകാര്യം ചെയ്യണം. അത് കാര്യം എന്താണ്? ഇവളിപ്പോൾ അതോറിറ്റിയായി, ഉടമ്പടിയുടെ ഒരു ഉടമസ്ഥതയായി. നമ്മൾ ഉണക്ക ഉടമ്പടിയെക്കുറിച്ചും അതുപോലെ തന്നെ ഫ്രഷ് അതിൻ്റെ ഉടമ്പടിയെക്കുറിച്ചൊക്കെ പറയുമ്പോഴും ഉടമ്പടിയുടെ ഒരു ഉടമസ്ഥൻ ഉടമ്പടിയുടെ ഒരു ഉടമസ്ഥ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റസാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പദവിയാണ്. എന്താണ് നിൻ്റെ പദവി എന്ന് ചോദിച്ചാൽ ദൈവതിരുസേനയിൽ പറയണം, ഞാൻ ഉടമ്പടിയുടെ ഉടമസ്ഥയാണെന്ന് പറയണം. എന്താ കാര്യം? ഉടമ്പടിയിലൂടെയാണ് ഞാൻ ജീവിക്കണത്. എൻ്റെ ജീവിതത്തെ ഞാൻ സ്നേഹിക്കുന്നതിന് വേണ്ടി ദൈവം തന്നിട്ടുള്ള തെറ്റാത്ത ദൈവികമായ സ്വർഗീയ പദ്ധതിയാണ് ഉടമ്പടി. അതനുസരിച്ചാണ് ഞാൻ എൻ്റെ ജീവിതം ക്രമീകരിക്കുന്നത്. എൻ്റെ നിലപാടുകൾ, എൻ്റെ സ്വഭാവങ്ങൾ, എൻ്റെ പെരുമാറ്റങ്ങൾ എല്ലാം ഉടമ്പടി പ്രകാരമാണ്. അങ്ങനെ ഉടമ്പടി പ്രകാരമായിട്ട് തന്നെയാണ് നീ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീ ആരായി മാറും? ഉടമ്പടിയുടെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഉടമസ്ഥ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി എടുക്കുന്ന ഞങ്ങള് ഉടമ്പടി ജീവിതത്തിന്റെ ഉടമസ്ഥരാകാൻ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഇനി ഇവളെയും കല്യാണം കഴിച്ചിട്ടാണ് ഇനി തോബിയാസ് യാത്ര ചെയ്യണത്. ആ പണവും വാങ്ങിച്ച് യാത്ര ചെയ്യും. വീട്ടിൽ ചെല്ലുമ്പോഴുണ്ട്, അപ്പം നോക്കുമ്പോഴുണ്ട് തോബിയാസിൻ്റെ കൂടെ വേറൊരു പെണ്ണ് കൂടി കയറി വരുന്നത്. തോബിത്താണ് അപ്പൻ. അപ്പം അപ്പനെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രോത്സാഹനം വെച്ചാൽ അപ്പൻ്റെ അന്നയാണിത് പറഞ്ഞു കൊടുക്കണത്, നമ്മുടെ മകൻ്റെ കൂടെ ഒരു പെണ്ണ് നിൽപ്പുണ്ടെന്ന് പറയണം. പക്ഷേ ആത്മാവിൽ ഇയാൾക്കറിയാം ദൈവം ചെയ്ത കാര്യങ്ങളാണെന്നറിയാം. പക്ഷേ അതേസമയം തന്നെ ഇപ്പോൾ അസറിയാസ് റാഫേൽ മാലാഖ പറഞ്ഞിട്ടാണല്ലോ ഇതെല്ലാം ചെയ്യണം. ദൈവമാണ് ഇതെല്ലാം പറഞ്ഞ് ചെയ്യിക്കണം ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇത് തുടങ്ങിയത് എങ്ങനെയാണ്? ഉടനെ അസറിയാസ് പറയും, ഇനി ചെയ്യേണ്ടത് ദൈവം നിനക്ക് തന്ന ജീവിത പങ്കാളി അപ്പം കാണണ്ടേ? അപ്പം അന്ധനായിരിക്കുകയാണ്. അപ്പനൊരു സൽപ്രവൃത്തി ചെയ്ത് അന്ധനായ മനുഷ്യനാണ്. അപ്പനൊരു സാപത്ത് ദിവസം ഉപവസിച്ചിട്ട് അവസാനം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിരുന്നുശാല വന്നപ്പോൾ ആൾക്കാർ വന്ന് പറഞ്ഞ് ഒരു ശവം കിടക്കണമെന്ന് പറഞ്ഞ് പട്ടണത്തിൽ. അപ്പൻ വിശന്ന് രാവിലെ മുതൽ വൈകുന്നേരം വിശന്നിട്ട് സന്ധ്യയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴാണ് ശവം കിടക്കണമെന്ന് പറഞ്ഞത്. ഉടനെ അപ്പൻ എന്ത് ചെയ്ത് ആ ശവം പോയി മറവ് ചെയ്ത് ശവം മറവ് ചെയ്ത അന്ന് ശേഷം അവിടെ ശിക്ഷ ഉള്ളതാണ്. പക്ഷേ ദൈവത്തിൻ്റെ പേരിൽ സൽപ്രവൃത്തിയാണ് ശവം മറവ് ചെയ്യണമെന്ന് ഉള്ളത് കൊണ്ടാണ് ആ മനുഷ്യൻ അതിനെ മറവ് ചെയ്തിട്ട് തിരിച്ചു വന്നത്. അപ്പം അങ്ങനെ മറവ് ചെയ്തിട്ട് തിരിച്ചു വന്ന് തളർന്നു വരുമ്പോൾ ഒരു മതിലിൻ്റെ അരികിലിരിക്കും. അവിടെ ഇരുന്ന് ചാരി ഒന്ന് ഉറങ്ങിപ്പോകും. അപ്പം മതിലെ വന്നിരുന്ന കുഞ്ഞാറ്റക്കിളികൾ കാട്ടിച്ചിട്ട് ഇയാൾ കണ്ണീർ വീഴും, കണ്ണ് കാഴ്ച പോകും. അപ്പോൾ സൽപ്രവൃത്തി ചെയ്തിട്ട് പണി മേടിച്ച ആളാണ് ഇയാൾ. നിങ്ങൾ ഓർക്കണം, ദൈവത്തിൻ്റെ പൈതലാണ്, ദൈവത്തിൻ്റെ നീതിമാനാണെങ്കിൽ സംഭവിക്കണതെല്ലാം ദൈവത്തിന് നിശ്ചയപ്രകാരം ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിനായിരിക്കും. ഇപ്പോഴും അന്ധനായ അപ്പൻ്റെ അടുത്ത് മകൻ കല്യാണം കഴിച്ചുകൊണ്ട് ജീവിത പങ്കാളിയുമായിട്ട് വരുമ്പോൾ അപ്പോഴും അസ്ത്രീയാസമുണ്ട്, വിട്ടുമാറാതെ. നിൻ്റെ ജീവിതത്തിൽ മത്സ്യങ്ങൾ വന്നാലും, നിൻ്റെ ജീവിതത്തിൽ കുഞ്ഞാറ്റക്കരുകൾ നിൻ്റെ കണ്ണ് കളഞ്ഞാലും നിന്നെ വിട്ടുമാറാത്ത ദൈവത്തിൻ്റെ ദൂതൻ
ദൈവത്തെ വിശ്വസിക്കുന്ന ഓരോരുക്കും ഞാൻ എൻ്റെ ദൂതനെ നിനക്കൊന്നും ഭയക്കുമെന്നുള്ള ഉടമ്പടിയുടെ പ്രഖ്യാപിതമായ വാഗ്ദാനമാണ്. ദൈവപൈതലെ, നീ കാണാത്തൊരു ദൂതൻ നിന്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നിന്നെ നയിക്കണം. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ആധ്യാത്മിക ജീവിതത്തിന്റെ അകവും പുറവും എന്നെ കാണിച്ചു തരുന്ന ദൈവവചന വെളിപാടുകളെ ഓർത്തുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു. എന്റെ കർത്താവേ, എന്റെ ജീവിതത്തിലെ സംഭവിക്കുന്നതെല്ലാം അറിഞ്ഞുകൊണ്ടാണെന്ന് ഉയർച്ചയ്ക്കായി അതിനെ ക്രമീകരിക്കുവാൻ അങ്ങേക്ക് പദ്ധതിയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് കർക്കശമായ വിശ്വാസ ജീവിതത്തിൽ നയിക്കുവാൻ എന്നെ സഹായിക്കണമേ. പരമദിവ്യകാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും അവിടെ കയ്യിൽ ആ ദ്വൈവ്യാസന്റെ കയ്യിൽ ആ കയ്പ ഇരിപ്പുണ്ട്. കട്ടൻ കയ്പയും. കയ്പെന്ന് പറയുന്നത് എന്താണ്? കട്ടില്ലേ, കട്ടിനാണ് നമ്മൾ കട്ടെന്ന് പറയത്തില്ല, അതിനാണ് കയ്പ് എന്ന് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മീനിൻ്റെ എന്താ എടുത്തുകൊണ്ട് പോകുന്നത്? അവർ ആ കരളും കയ്പ എടുത്തുകൊണ്ട് പോകുന്നത്, ചങ്ക എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ എന്നാ പറഞ്ഞത്? ഇപ്പം അസറിയാസത്തിൽ കൊണ്ടുവിടാ, ഓരോ സമയത്തും ദൂതൻ കൂടെ ഉണ്ടാവും. ഇവർ ദൂതൻ എന്താ വിട്ടു പോകാത്തത്? ഇവരുടെ ജീവിതത്തിൻ്റെ നിലപാട് കൊണ്ടാണ് ദൂതൻ വിട്ടു പോകാത്തത്. ദൂതൻ ഇപ്പോഴും ഉണ്ട്. ആ യാത്ര പൂർത്തിയാക്കുകയാണ്. ശുഭമാക്കുക എന്നുള്ള ഈ ദിവസങ്ങളൊക്കെ കർത്താവ് പറയുന്ന വാക്കുകളല്ലേ. ഇവിടെ യാത്ര ശുഭം കണ്ട, അതായത് ഇപ്പോഴും അസറിയാസ് പറയും, ഇനി നീ അന്ധനായ അപ്പൻ്റെ കണ്ണിലേക്ക് ആ കയ്പ പിഴിഞ്ഞൊഴിക്കാൻ പറയും. 11:7-8 റഫായേൽ പറഞ്ഞു, തോബിയാസ്, നിന്റെ പിതാവിന് കാഴ്ച ലഭിക്കുമെന്ന് എനിക്കറിയാം. കയ്പ അവന്റെ കണ്ണുകളിൽ പുരട്ടണം. ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോൾ അവൻ കണ്ണു തിരുമും. അപ്പോൾ വെളുത്ത പാടകൾ പൊഴിഞ്ഞു വീഴുകയും അവൻ നിന്നെ കാണുകയും ചെയ്യും. അതായത് തോബിയാസിന്റെ അപ്പനാണ് തോബിത്ത്. അന്ധനായിരുന്നു. ആ കുരുവെന്ന് കാട്ടിച്ച് കണ്ണുപോയതാണ്. ആ കണ്ണ് തിരികെ എടുക്കാൻ വേണ്ടിയാണ് മീനിനെ കൊണ്ടുവന്നിരിക്കുന്നത്. കണ്ടില്ലേ? ആദ്യം പക്ഷെ മീൻ വിഴുങ്ങാൻ വന്ന പോലെയാണ് നമുക്ക് തോന്നിയത്. പക്ഷെ വിഴുങ്ങാൻ വന്നതുകൊണ്ട് നമ്മൾ അറ്റാക്ക് ചെയ്ത് അതിനെ പിടിച്ചെടുക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതായത് ഇവർ ഉടമ്പടി, അപ്പനും മകനും ഉടമ്പടി ജീവിക്കുന്നവരാണ്. അപ്പനും മകനും ഉടമ്പടി കർക്കശമായിട്ട് തെറ്റാത്ത രീതിയിൽ ഉടമ്പടി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ദൈവത്തിൻ്റെ നിശ്ചയങ്ങളുണ്ട്, ദൈവത്തിൻ്റെ നിയോഗങ്ങളുണ്ട്. അതെല്ലാം അവസാനം ശുഭമായി. ഇപ്പം നമ്മളെ ഈ എഫേസ്യൻസ് വായിക്കത്തില്ലേ? എന്താണ് 3:20 വായിച്ചേ? നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ, ഒന്ന് പറഞ്ഞേ, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. പക്ഷെ പോയതെന്തിനാണ്? കടം മേടിക്കാൻ തിരിച്ചു, ആ വെള്ളി ഏൽപ്പിച്ച് തിരിച്ചു വാങ്ങിക്കാൻ പോയതാണ്. കിട്ടിയത് എന്തെല്ലാം കിട്ടിയെന്ന് നോക്കിയാൽ എൻ്റെ ഇടയ്ക്ക് എന്തെല്ലാമാണ് കിട്ടിയിരിക്കുന്നത് നോക്കിയേ. അതായത് തോബിയാസിന് ജീവിത പങ്കാളിയെ കിട്ടി, അതേസമയം തന്നെ അപ്പൻ്റെ കണ്ണ് തെളിഞ്ഞു. ഇതെല്ലാം ഇടയ്ക്ക് സംഭവിക്കുന്ന വിഷയങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടിയുടെ കാർക്കശ്യങ്ങളിൽ ഒത്തുതീർപ്പില്ലാതെ നിങ്ങൾ എന്ത് ഉടമ്പടി ചെയ്യുമ്പോഴും അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താണ്? കർത്താവ് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമുണ്ട്. എന്താണ്? ഇവരെക്കാൾ അധികമായി എന്തിനാണ് നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ നന്ദി, യേശുവേ. യോഹന്നാൻ 21:15. യോഹന്നാൻ 21:15. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പൊ ഇവരെക്കാൾ അധികം എന്ന് പറയുമ്പോൾ വ്യക്തികൾ അവിടെ കാണുന്നത്. അതിൻ്റെ തന്നെ വേറെ ഒരു വശമാണ് ഇതിനേക്കാൾ അധികമായി. ഇവരെക്കാൾ അധികം എന്ന് പറയുന്ന പോലെ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇതിനേക്കാൾ അധികമായി. ഇവരെന്ന് പറയുമ്പോൾ പേഴ്സണാണ് അവിടെ വരുന്നത്. നമ്മുടെ ജീവിതാനുഭവം നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാക്കുന്നത് വ്യക്തികൾ മാത്രമല്ല. ഇപ്പം നിങ്ങൾക്കൊരു രോഗമുണ്ട്, അതിൽ നിങ്ങളത് ഡെസ്പാണ് ശരിക്കും. അപ്പോൾ കർത്താവ് നിങ്ങൾ ചോദിക്കും, നിങ്ങൾ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയം അതല്ലേ? അതിനേക്കാൾ അധികമായി നീ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടോ? അതാണ് ചോദ്യം. മനസ്സിലായില്ലേ? ഇപ്പോൾ നീ ഒരു ചിട്ടി വീഴാൻ വേണ്ടി ഉടമ്പടി ഇട്ട്, ചില ആൾക്കാർ ചിട്ടി വീഴുന്നുണ്ട്, നല്ല കാര്യം. അത് നിങ്ങൾ പറയണ പോലെ ഒന്നുമല്ല, അത് ശരിക്കും കറക്റ്റായിട്ട് ഇപ്പോൾ ഒത്തിരി സാക്ഷ്യം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ദൈവികമായ ഇടപെടലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാര്യം ഒരു മനുഷ്യൻ്റെ കണ്ണുനീര് അതുകൊണ്ടാണ് തുടക്കണമെങ്കിൽ ദൈവം കൈ നീളുമെന്ന് പറഞ്ഞ ഉറപ്പാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ പിന്നെ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് മങ്ങൽ വരുത്തിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ കൗണ്ട് ചെയ്യണത് എങ്ങനെയാണ്? നീ ദൈവത്തെക്കാൾ അധികമായിട്ട് ചിട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന പ്രശ്നം. ഇതിങ്ങനെ കുറേ പെണ്ണുങ്ങൾക്ക് പണിമേടിക്കണം ഇങ്ങനെയാണ്. എന്ന് വെച്ചാൽ അവരൊരു കാര്യം ചെയ്യും, അവർ ചിലപ്പോൾ നിങ്ങളോർക്കും ഈ പ്രാവശ്യം റിസൾട്ട് വരുമ്പോൾ ഈ പ്രാവശ്യം എല്ലാം മുഴുവൻ ഞാൻ ജയിക്കും. പക്ഷെ അവർ ഉടനെ തോറ്റുപോകും. തോറ്റു പോകുമ്പോൾ ഉടനെ പിന്നെ അവർ ഉടമ്പടി ചെയ്യത്തില്ല, പ്രാർത്ഥിക്കത്തില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഉടമ്പടിയേക്കാൾ ദൈവത്തെക്കാൾ അധികമായി IELTS-നെ നിങ്ങളുടെ പ്രൊഫഷനെ സ്നേഹിക്കുന്നു. ദൈവത്തിന് പിടികൊടുത്തില്ലേ? ദൈവത്തിന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അച്ഛൻ പറഞ്ഞ മനസ്സിലായോ? അതായത് നിങ്ങൾ ഒരു വിഷയം, ഇപ്പോൾ നിങ്ങളൊരു വസ്തു വിൽക്കാൻ വേണ്ടി നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കണം എന്ന് വിചാരിച്ചോ? വസ്തു വിൽക്കണം, അത് ജപ്തിയായി പോകണമെങ്കിൽ നിങ്ങൾക്ക് വിൽക്കണം, ഉടമ്പടി എടുത്തിരിക്കണം. പക്ഷേ ദൈവത്തിന് വേറെ പദ്ധതിയുണ്ട്. ഇപ്പോൾ സെലു തന്നെ എൻ്റെ അടുത്ത് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛാ 6 പ്രാവശ്യം ഞാൻ തോറ്റു, ഞാൻ യൂറോപ്പിൽ പോകുക, ഞാൻ ജയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ, അപ്പം ഞാൻ അവിടെ എന്താ പറഞ്ഞത്? നീ ജയിക്കുക ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നീ യൂറോപ്പിൽ പോകുമെന്ന് പറഞ്ഞു. അതെന്താണ്? കർത്താവ് എന്നോട് പറഞ്ഞതാണത്. ഇവളുടെ പ്രമാണം കൊണ്ട് ഈ വിസയുടെ കോപ്പി അല്ലെങ്കിൽ ഇവിടെ തന്ന പേപ്പർ കൊണ്ടുപോയി കർത്താവിനടുത്ത് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തന്ന നോട്ടാണ്, എൻ്റെ ഉള്ളിൽ തന്ന നോട്ടാണ്. ഞാൻ പറഞ്ഞ് നീ ജയിക്കോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നീ പോകുമെന്ന് കർത്താവ് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ പറ്റിയിരിക്കണത്? അവളെ തിരിച്ച് അവളുടെ ഏജൻസി തന്നെ, ഏജൻസിക്ക് അവർ 4 ലക്ഷം രൂപ കൊടുത്തായിരുന്നു നേരത്തെ. എന്നിട്ടാണ് ഇവൾ തോറ്റിരിക്കണത്. ഇപ്പോൾ എന്നാ പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ അത് ഫോർവേഡായി പോയി. ഇതിൻ്റെ ഓണർ അവളെ തിരിച്ച് വിളിക്കും. ഈ അയർലൻഡിൽ നിന്ന് ഓണർ തന്നെ വിളിക്കും, ചോദിക്കും നിങ്ങൾ എത്ര രൂപയാണ് ഏജൻസിക്ക് കൊടുത്തതെന്ന് പറയും. അപ്പോൾ ഓണർ പറയും, അത് ഓണറിനോട് ഇവൾ പറയും അത് പറയാൻ പറ്റത്തില്ല, കോൺഫിഡൻഷ്യലാണ് എന്ന് പറയും. അപ്പോൾ ഓണർ പറയും, നിങ്ങളെ വേണമെങ്കിൽ എനിക്ക് നിങ്ങൾ 5 പൈസ വാങ്ങിക്കാതെ ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാരിൽ നിന്ന് ഒത്തിരി പൈസ വാങ്ങിക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും പൈസയുടെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സത്യം പറയാൻ പറയും. ഉടനെ അവർ പറയും, ഞാൻ 15 ലക്ഷം ഏജൻസിക്ക് കൊടുത്തു, 5 ലക്ഷം പ്രോസസ്സിങ് ചാർജ് 20 ലക്ഷം എന്ന് പറയും. ഉടനെ ഓണർ പറയും, എൻ്റെ ഫേമിലാണ് നിങ്ങൾ വർക്ക് ചെയ്യണത്, 5 പൈസ അടക്കണ്ട, നിങ്ങൾക്ക് വിസ ഫ്രീ ആയിട്ട് തരാമെന്ന് പറയും. നോക്കിയേ, വിഷയം കണ്ടില്ല? ഒരു IELTS ഇല്ല, പരീക്ഷയില്ല, ഒന്നുമില്ല, പൈസ ഇല്ല. അമ്മ റിക്രൂട്ട് ചെയ്യുമ്പോഴുണ്ടല്ല, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ്. അതുകൊണ്ടാണ് ഇവളോട് ഞാൻ പറയണത്, നീ പോകുമോ, നീ ജയിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നീ യൂറോപ്പിൽ പോയിരിക്കും. അപ്പോൾ അത് സെറ്റായി കഴിഞ്ഞപ്പോൾ അവൾ ചിന്തിച്ച് മാതാവിൻ്റെ അടുത്ത് വന്ന് അവൾ പറഞ്ഞു, അമ്മേ ഞാൻ 5 ലക്ഷം കൊടുത്തല്ലോ, എനിക്ക് വേണ്ടി ചില പ്രോസസ്സിങ്ങിന് വേണ്ടി 2.5 ലക്ഷം ചിലവായി കാണും. അപ്പോൾ 2.5 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം എനിക്ക് തിരിച്ചു തന്നാൽ എനിക്ക് കുറച്ച് പർച്ചേസ് നടത്താൻ പറ്റുമല്ലോ. നമുക്ക് മനസ്സിൽ വരുന്ന കാര്യം വന്നതുപോലെ അങ്ങ് പറയണം. അവൾ ഉടനെ പഴയ ഏജൻസി 5 ലക്ഷം മേടിച്ച ഏജൻസിയോട് പറയും, എനിക്കിങ്ങനെ അവിടുന്ന് ഫ്രീ വിസ തന്നു, ഞാൻ പോവുകയാണ്, എനിക്ക് എൻ്റെ പൈസ അത്രയും ചിലവായില്ലെങ്കിൽ 1 ലക്ഷം രൂപ എനിക്ക് തരാമെന്ന് ചോദിക്കും, തിരിച്ചു തരാമെന്ന് ചോദിക്കും. 5 ലക്ഷം രൂപ ചിലവായില്ലെങ്കിൽ 1 ലക്ഷം രൂപ എനിക്ക് തിരിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അയാൾ എന്ത് പറയുന്നറിയാമോ? മാഡം ഇതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് 1.5 ലക്ഷം രൂപയെ പ്രോസസ്സിങ് ആയിട്ടുള്ളൂ, ബാക്കി 3.5 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട്, അത് നിങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് പറയും. അത് മദർ ഇടപെട്ടുമ്പോൾ വിഷയമെല്ലാം മാറും.
ചിലർ വരുമ്പോൾ ചരിത്രം വൈവാന്ന് മദർ ഇടപെടുമ്പോൾ മൊത്തം വിഷയങ്ങൾ മാറുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളിങ്ങനെ ചതഞ്ഞും നനഞ്ഞ് ഉണങ്ങി നിൽക്കരുത്. നിങ്ങൾ കൃത്യമായിട്ട് ഉടമ്പടി ഒരു ജീവിത രീതിയായിട്ട് എടുത്തിട്ട് ദൈവത്തിനൊന്ന് ബോധ്യപ്പെടുത്തണം. എന്താ കാര്യം? ഞാൻ സത്യസന്ധമായിട്ടാണ് ഉടമ്പടി ജീവിക്കണത്. ഈ 90 ദിവസത്തേക്ക് വേണ്ടിയുള്ള അഭ്യാസമൊന്നുമല്ല, എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ ഈ വിഷയം ക്ലിയർ ആകും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ജീവിത രീതിയാണ്. ഇത് അങ്ങനെ ജീവിത രീതിക്ക് വെല്ലുവിളിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യം. പക്ഷേ പറ്റുന്നവരെല്ലാവരും, കാര്യം ഇതിനേക്കാൾ മെച്ചമായ ഒരു ക്രിസ്ത്യൻ ലൈഫ് സാധാരണ മനുഷ്യൻ സാധ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് വരെ പരിചയമില്ലെന്ന് മാത്രമേ എനിക്ക് ഉത്തരവായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. എന്താ കാര്യം? ഇത് അത്ര കണ്ട് മഹത്തരമായ ശ്രേഷ്ഠമായ ജീവിതമാണ്. ഇത് നിന്നെ ദൈവം തന്നെ ഈ വിളിയിലോട്ട് നിന്നെ വിളിച്ചിരിക്കുകയാണ്. ദൈവം തന്നെ നിന്നെ വിളിച്ചിരിക്കുകയാണ്. കാര്യം എന്താണ്? നീ ഇതിനുള്ള സാധ്യതയുള്ള ജന്മമായിട്ട് ദൈവത്തിന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് നിന്നെ അർപ്പിച്ച വിശ്വാസം നീ കളങ്കപ്പെടുത്താതെ നീ പറ്റുന്നത്രയും ദൈവത്തോട് ഒപ്പിച്ച് സുവിശേഷ സാക്ഷിയായി ജീവിക്കാൻ വേണ്ടി ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, സ്തുതി, ആരാധന, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. എൻ്റെ മക്കളെ, കർത്താവ് നമ്മോട് വളരെ സുന്ദരമായിട്ടും ഹൃദ്യമായിട്ടും നിങ്ങളെ ആവേശഭരിതരായിക്കൊണ്ടാണ് കർത്താവിൻ്റെ ആത്മാഭിഷേകത്തിലെ ഈശോ നമുക്ക് വചനങ്ങൾ നൽകിയത്. നിങ്ങൾ കഷ്ടപ്പെട്ട് വിഷമിച്ച് വേദനിച്ച് കർത്താവിൻ്റെ ദിവസം ഇവിടെ എത്തിയത് ദൈവമാണ് നിങ്ങളെ കൊണ്ടുവന്നതെന്നും ബോധ്യമുണ്ടാകണം. ഈ മാതാവിൻ്റെ മണ്ണിൽ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവമാണ് ചവിട്ടിച്ചിരിക്കണമെന്ന് ബോധ്യം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം നിങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പെൺമക്കളെ, അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. കർത്താവിൻ്റെ കൃപ നിങ്ങളിലേക്ക് ആവശ്യിക്കപ്പെടുകയും നിങ്ങൾക്ക് ഈ വിഷയത്തിൽ സാക്ഷ്യം പറയാൻ സാധിക്കുകയും ചെയ്യും. മനുഷ്യൻ്റെ കണ്ണുനീരിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ദൈവം ഈ കുഞ്ഞു സ്ഥാപനം സൃഷ്ടിച്ചിരിക്കുന്നത്. 10,000-കണക്കിന് സാക്ഷികളുടെ പിൻബലം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നീ അച്ഛൻ നിന്നോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ, എന്നിലൂടെ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി കണ്ണിനോടെ നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ ഉടമ്പടി എന്താണോ അതിൻ്റെ ആത്മാവനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള പ്രത്യേകമായ കൃപയാൽ ദൈവം നിന്നെ അഭിഷേകം ചെയ്യട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടി നിബന്ധനകളെ ആരാധനാപൂർവ്വം പാലിക്കാനുള്ള അതിശയങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പങ്ക്രിയാസിലൊക്കെ കല്ലുള്ളവരുണ്ട്, കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട്. ഇങ്ങനെ ചില അവയവങ്ങളിൽ ഇതുപോലെ കല്ല് ഫോം ചെയ്യുന്നതുണ്ട്. അവിടെയെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അടിപ്പെടുന്ന പോലെ വൈദ്യാഘാതം പോലെ നിബന്ധിച്ചുകൊണ്ട് നിന്നെ അതിൽ നിന്ന് ഓപ്പറേഷൻ ഇല്ലാതെ നിന്നെ കർത്താവ് സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കും. നടുവ് വേദനയുള്ളവരുടെ നടുവ് പിൻകഴുത്തുകൾ ഇങ്ങനെ മുന്തിയിരിക്കുന്നുണ്ട്. അവരെല്ലാം അത് നടുവിന് ഡിസ്കിന് പ്രശ്നമുള്ളവരാണ്. പലപ്പോഴും ഇങ്ങനെ മുതുക് കുഞ്ഞ് പിൻകഴുത്ത് ഉന്തിയിരിക്കുന്നു. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അവർ പ്രാർത്ഥനയുടെ പരിധി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുടി വല്ലാണ്ട് കൊഴിഞ്ഞു പോകുന്നവർ, വല്ലാതെ മുടി കൊഴിഞ്ഞു പോകുന്നവർ, ശരീരം ചൂടാകുന്നവർ, പ്രഷർ വിട്ടുമാറാത്തവർ, ഷുഗർ രോഗികൾ, അതുപോലെ ശരീരങ്ങളെ അസ്ഥികളെല്ലാം ദ്രവിക്കുന്നവർ, അസ്ഥി സന്ധികളിൽ നീര് വെക്കുന്നവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ പ്രഷർ മാറ്റമില്ലാത്ത രീതിയിൽ നിൽക്കുന്നൊരു കിടപ്പ് രോഗികളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കല്യാണം ഒത്തുവരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ജീവിത പങ്കാളി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ജീവിത പങ്കാളി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർക്കെല്ലാം അവരുടെ ജീവിതത്തിലെല്ലാം ദൈവത്തിൻ്റെ ഇടപെടൽ ഏത് തരത്തിലും ദൈവത്തിന് നിന്നെ സഹായിക്കാം. മറ്റു മനുഷ്യർ എന്നെ ശക്തനാക്കുന്നുണ്ട്, എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞത്
നിൻ്റെ സങ്കടം എന്താണോ, നിൻ്റെ വിഷയം എന്താണോ, നിന്നെ ഏത് തരത്തിലും സഹായിക്കാൻ, ഏത് അവസ്ഥയിലും സഹായിക്കാൻ നിൻ്റെ ദൈവത്തിന് മാത്രമേ കഴിയൂ. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ശരീരം മുഴുവൻ വിസർപ്പ രോഗങ്ങൾ, സോറിയാസിസ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിസ്തുല രോഗികൾ, PCOD രോഗികൾ, അതുപോലെ തന്നെ അർസസ് രോഗികൾ, അൾസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം, അതുപോലെ തന്നെ ജോലി ഇല്ലാത്തവർ, ജോലി അന്വേഷിക്കുന്നവർ, ഓരോരോ പേപ്പറുകൾ, രേഖകൾ അന്വേഷിക്കുന്നവർ, കാത്തിരിക്കുന്നവർ, പരീക്ഷയുടെ റിസൾട്ടുകൾ കാത്തിരിക്കുന്നവർ, വസ്തു വിൽക്കാനുള്ളവർ, വസ്തു വാങ്ങാനുള്ളവർ, വീട് വിൽക്കാനുള്ളവർ, വീട് വെക്കാനുള്ളവർ, വീടിന് സമാധാനം ഇല്ലാത്തവർ, എല്ലാ മേഖല പൈശാചിക ബന്ധങ്ങൾ അഴിഞ്ഞു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഇട്ടുമുഴുക്കാൻ പോലെ സ്തുതിക്കട്ടെ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ അടിപ്പിട പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി നിങ്ങൾ സ്ഥിരപ്പെടുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഈശോയുടെ സ്ഥിതിയുടെ ഈശോ കുഞ്ഞു കമ്പോളങ്ങൾ നടത്തുന്നവര്, കടകൾ നടത്തുന്നവര്, വ്യാപാരങ്ങൾ നടത്തുന്നവര്, വരുമാനമായി നിന്നുപോയവര്, സാമ്പത്തികമായി ഞെരുക്കമുള്ളവര്, കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്നവര്, ലഹരി ഓർത്ത് അടിപ്പെട്ടു പോയവര്, ഇങ്ങനെ ഓരോരോ കുടുംബങ്ങളിൽ പിരിഞ്ഞു പോയവര്, പിരിഞ്ഞു പോയ കേസിലായിരിക്കുന്നവര്, പോസ്കോ കേസ് അകപ്പെട്ടു പോയവര്, ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ അടയാളത്തില്, ദൈവത്തിന്റെ ശക്തിയാൽ രേഖകൾ ഒപ്പിടാനുള്ളവര്, പ്രമാണം നടക്കാനുള്ളവര്, കേസുകൾ പറഞ്ഞു തീർക്കാനുള്ളവര്, കാണാതെ പോയ വ്യക്തികളെ, കാണാതെ പോയ വസ്തുക്കളെ, കാണാതെ പോയ ജീവിതത്തിന്റെ അവസ്ഥകള്, സസ്പെൻഷനിലായിരിക്കുന്നവര്, കേസ് നടക്കുന്നവര്, ജോലി നഷ്ടപ്പെട്ടവര്, ജോലി ഇല്ലാതെ വീട്ടിൽ നിൽക്കുന്നവര്, എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ അടയാളത്തില്, ദൈവശക്തിയാൽ മാർഗ തടസ്സങ്ങള്, ജീവിതദുരിതങ്ങള്, ജീവിതടസ്സങ്ങള് യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. മൗനമായി പ്രാർത്ഥിക്കട്ടെ. മുട്ടനിക്കുക, കൈകൾ കൂപ്പി കർത്താവിനെ നോക്കിക്കൊണ്ട് മൗനമായി പ്രാർത്ഥിക്കട്ടെ. അഭിഷേകത്തിൻ്റെ വലിയ സ്വർഗീയ നിമിഷങ്ങളിൽ നമ്മളായിരിക്കുന്ന ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കടകമ്പോളങ്ങൾ, ചെറിയ വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ, വരുമാന മാർഗം നഷ്ടപ്പെട്ടവരുണ്ട്, വരുമാന മാർഗം കെട്ടുപോയവരുണ്ട്. അവർക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കാതിൽ നിന്ന് കൊടുകൂടെ പഴുപ്പ് ഇടത് കാതിൽ നിന്ന് പതിപ്പ് ചാടുന്നവരെ കാണുന്നുണ്ട്. കർത്താവരെ സുഖപ്പെടുന്നവരുടെ കർത്താവിന് സന്ദേശമുണ്ട്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗസൗഖ്യ സന്ദേശത്തിന് നന്ദി പറയുന്നു. ഓപ്പറേഷൻ ചെയ്തതാണ്, ഓപ്പറേഷൻ കഴിഞ്ഞതാണ്, എങ്കിലും അവിടെ പഴുപ്പൊന്നുമില്ല, പക്ഷെ വേദന ഉണ്ട്. അത് വിട്ടുമാറാത്ത രീതിയിൽ വേദന, റീഓപ്പറേഷൻ വേണമെന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കർത്താവ് വ്യക്തിയെ സ്പർശിക്കുന്നുണ്ട്. ശ്രുതിക്കട്ടെ. ശത്രുത കനപ്പിച്ച് ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട്. ശത്രുത കനപ്പിച്ച് കൊണ്ടുനടക്കുന്നുണ്ട്. അവരെ ഏണിയും കളി പോലെയാണ്. 99 ചെന്നിട്ട് നേരെ വിഴുങ്ങി പാമ്പ് 2 കൊണ്ട് മഞ്ചരിക്കണം. കൃപയുടെ ജീവിതം 0-2 കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജീവിതം മാറാതെ ഒരു മാർഗവുമില്ല. ക്ഷമയുടെയും ദയയുടെയും നന്മയുടെയും വിശ്വസ്തയുടെയും ആത്മസംയമനത്തിൻ്റെയും സർവ്വപര സുവിശേഷത്തിൻ്റെ ശക്തമായ വരങ്ങളാൽ അഭിഷേകം ചെയ്യാൻ വേണ്ടി ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എഫേസ്യൻസ്
3:20 തിരുവചനത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിൽ എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ഈശോയെ, ഇന്നത്തെ ഉടമ്പടി ആരാധനയിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു. നമ്മളെ വിഴുങ്ങാൻ വരുന്ന പ്രശ്നങ്ങളെല്ലാം ദൈവത്തിൻ്റെ ശക്തി അധികമായി നമ്മിൽ പ്രവർത്തിച്ച് വൻ കാര്യങ്ങൾ നമ്മിൽ ചെയ്യാനുള്ള ദൈവത്തിൻ്റെ പദ്ധതികളാണെന്ന് നീ വെളിപ്പെടുത്തി തരികയായിരുന്നു. എന്നെ ശക്തരാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന തിരുവചനത്തിൻ്റെ ആ വലിയ അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രശ്നമേഖലകളിലും ഉണ്ടാകുവാൻ കരുണയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.